السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, മക്കളെ എങ്ങനെയാണ് ഇസ്ലാമിക ചിട്ടയോടുകൂടി പരിപാലിക്കേണ്ടത് എന്ന വിഷയം മനസ്സിലാക്കാനാണ് ബഹുമാന്യ പണ്ഡിതൻ അശ്ശൈഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുഹാദറയായ അശ്റു റകായിസ് ഫി തർബിയത്തുൽ അബ്ന, മക്കളെ പരിപാലിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങളെല്ലാം യഥാരൂപത്തിൽ മനസ്സിലാക്കാനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന എല്ലാ ഇൽമുകളും നമുക്ക് അനുകൂലമായി തീരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനേകം ഉത്തരവാദിത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമുക്കൊക്കെ അവൻ അനുഗ്രഹിച്ച് നൽകുന്ന നമ്മുടെ മക്കൾ എന്നുള്ളത്. അവരെ അതുകൊണ്ട് തന്നെ കൃത്യമായി പരിപാലിക്കുക, അവർക്ക് മര്യാദ പഠിപ്പിക്കുക, അവർക്ക് വേണ്ട ആവശ്യ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാധ്യതയാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ മആരിജിലും അതുപോലെ മറ്റൊരുപാട് സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, മുഅ്മിനീങ്ങൾ അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളും അവരേർപ്പെട്ടിട്ടുള്ള കരാറുകളും റാഊൻ, അത് പാലിക്കുന്നവരാണ്, ലംഘിക്കുകയില്ല. അതൊരു വിശ്വാസിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഏത് കാര്യങ്ങളിലാകട്ടെ, കച്ചവടത്തിന്റെ കാര്യങ്ങളിലാകട്ടെ, മറ്റേതു നമ്മൾ വാക്കാലോ പ്രവർത്തിയാലോ ഏൽപ്പിക്കപ്പെട്ട നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള കരാറുകൾ അത് പാലിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നുള്ളത് നമുക്കറിയപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകുന്ന മക്കൾ എന്ന് പറയുന്നത് ഈ ഇനത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു അമാനത്താണ്. നമ്മുടെ മക്കളാണ്, നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ വളർത്തും. എന്റെ ഇഷ്ടമാണ്, എന്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ഞാനാണ് തീരുമാനിക്കുക, എനിക്കതിന്റെ സ്വാതന്ത്ര്യമുണ്ട് ആരും ധരിക്കാൻ പാടില്ല. മറിച്ച് ഓരോ മനുഷ്യനും, ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞായി അവന് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനെ കൃത്യമായി പരിപാലിക്കുക, കൃത്യമായി അതിന് നൽകേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കുക എന്നുള്ളത് അവന് ബാധ്യതയായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്, സുന്നത്തായ ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആയത്താണത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, മുഅ്മിനീങ്ങളെ, വിശ്വാസം സ്വീകരിച്ചവരെ, നിങ്ങൾ നിങ്ങളുടെ നരകത്തിൽ നിന്നും കാക്കേണ്ടതുണ്ട്. അവിടെ നിർത്തിയില്ല, വഅഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തെയും അവരെയും നരകത്തിൽ നിന്നും രക്ഷിക്കുക, സ്വർഗത്തിലേക്ക് പോകേണ്ട മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബാധ്യതയാണ്. വഖൂദുഹൻ നാസു വൽ ഹിജാർ, ആ നരകത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമ്മളെ ഭയാനകത ഓർമ്മപ്പെടുത്തുന്നത് അത് നിർബന്ധ ബുദ്ധിയാൽ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലുള്ള ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളാണ്. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്, അതിൽ പരുഷ സ്വഭാവികളായ മലക്കുകളുണ്ട്.
നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കാനൊന്നും സാധിക്കുകയില്ല. നരകത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾക്കും അവിടെ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുകയില്ല. അത്ര ഗൗരവമുള്ള കാര്യമാണ് നരകം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം തന്നെ ഈ ആയത്തിനെ അവർ വിശേഷിപ്പിക്കാറുള്ളത് ഇത് മക്കളെ പരിപാലിക്കേണ്ടതിന്റെ ബാധ്യത അറിയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ആയത്താണിത്. അതായത് ഇതിൽ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഭാര്യയാകട്ടെ മക്കളാകട്ടെ ആ മുഴുവൻ കുടുംബത്തെയും പരിപാലിക്കൽ ഓരോ ഗൃഹനാഥനും ബാധ്യതയുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണിത്. മഹാനായ ഖലീഫ റാഷിദ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇമാം അത്ത്-തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അല്ലിമൂഹും വഅദ്ദിബൂഹും, അഥവാ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ദീന് പഠിപ്പിക്കേണ്ടതുണ്ട്, മര്യാദ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അവരെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതായ കാര്യങ്ങൾ, അതിനെളുപ്പമാകുന്ന കാര്യങ്ങൾ, ദീൻ, അത് പഠിപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഇന്ന കാര്യങ്ങളെല്ലാം നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ്, അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. എന്നാൽ ദീൻ അവരെ പഠിപ്പിക്കുക, ഇസ്ലാമിക മര്യാദകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ കീഴിലുള്ള പ്രജകളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ വലിയ വലിയ ഉത്തരവാദിത്തമുള്ളവരെ കുറിച്ച് മാത്രമാണ് ഭരണാധികാരി, ഉത്തരവാദിത്തപ്പെട്ടവൻ എന്നിവിടെ പറയുന്നതെന്ന് ആരും ധരിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഓരോന്നും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ആദ്യം പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് തന്നെയാണ്. അൽ ഇമാമു റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി അയാൾ ഉത്തരവാദിത്തമുള്ളവരാണ്. ആ നാട്ടിലുള്ള പ്രജകളെ ഇസ്ലാം അനുസരിച്ച് അവർക്ക് വേണ്ട നിയമങ്ങൾ മറ്റും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അയാളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ പറഞ്ഞു വറജുലു റാഇൻ ഫീ അഹ്ലിഹി, ഓരോ മനുഷ്യനും അവന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്, ഓരോ മനുഷ്യനും അവന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ കുടുംബകാര്യത്തിന്റെ വിഷയത്തിൽ വഹുവ മസ്ഊലുൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പണ്ഡിതന്മാർ മസ്ഊൽ, ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ ഈ കുടുംബത്തിന്റെ ഓരോ കാര്യം ചോദ്യം ചെയ്യപ്പെടും. അതാണ് നിസ്സാരമല്ല എന്ന് പറഞ്ഞത്. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, എന്താ നിന്റെ ഭാര്യയോട് ഇത് പറഞ്ഞു കൊടുത്തില്ല? എന്താ നിന്റെ ഭാര്യ നിസ്കരിച്ചില്ല? മക്കൾ നിസ്കരിച്ചില്ല? ഒരുപാട് ഹറാമുകൾ വീട്ടിൽ നടന്നിട്ടുണ്ടല്ലോ, ഞാനറിയില്ല, അത് ഭാര്യ അങ്ങനെ ചെയ്തതാണ്, മക്കൾ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ സാധിക്കുകയില്ല. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ കീഴിലുള്ള ഓരോരുത്തരെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായി നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് ആ ചോദ്യം ചെയ്തതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭാവത്തിൽ അവർ എന്നെ വഞ്ചിച്ച് ചെയ്തതാണ്, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് അവരെന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന്റെ ദീനിനെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ സഹോദരങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ പെണ്ണും തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ് ഓരോ പെണ്ണും. ആ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അവൾക്കും ചോദ്യമുണ്ട്. അതുപോലെ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഓരോ ഹാദിമുകളും ഓരോ ഭൃത്യന്മാരും അവർക്ക് അവരുടെ മുതലാളിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഓരോ ജോലി, ഒരു ചെറിയൊരു കടയാണ് ഒരാൾ ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു ബക്കാലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് വിചാരിക്കുക, തന്റെ മുതലാളിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിലവൻ വഞ്ചന കാണിച്ചാൽ, തന്റെ മുതലാളിയെ പറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ചിലപ്പോൾ നിന്റെ ജീവിതകാലത്ത് നീ ചിലപ്പോൾ ഒരു മോഷ്ടിക്കുന്ന ഒരു റിയാല് നിന്റെ മുതലാളി ഒരിക്കലും അറിയാൻ പോകുന്നില്ല. കാരണം ആയിരക്കണക്കിന് റിയാലുകൾ അവിടെ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റിയാൽ നീ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ 10 റിയാൽ നീ മാറ്റിവെച്ചാൽ ചിലപ്പോൾ അറിയാൻ പോകുന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നാളെ പരലോകത്ത് നിന്നോട് ചോദിക്കുമെന്നുള്ളതാണ്. അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും അതിന് ഉത്തരവാദിത്വത്തോടു കൂടി നീ നിർവഹിക്കേണ്ടതുണ്ട്. നീ അലംഭാവം കാണിക്കാൻ പാടില്ല. എന്നിട്ട് പറയണം, അല കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, എല്ലാവരും അതുപോലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉത്തരവാദിത്തമുള്ളവരാണ്, അവരോടുള്ള ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അറിയിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, അദ്ദിബ് ഇബ്നക്, നീ നിന്റെ മകനെ നീ എന്ത് ചെയ്യണം? മര്യാദ പഠിപ്പിക്കണം. ഫൈനക മസ്ഊലുൻ അൻ വലദിക്, നിന്റെ കുട്ടിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കുന്നതാണ്.
മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു, എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്, ദീനിന്റെ എന്ത് ഇൽമാണ് ഞാൻ പകർന്നു നൽകിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ് എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, നിസ്സാരമായ കാര്യമല്ല മക്കൾക്ക് ദീനിന്റെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക, വിശിഷ്യ അതിൽ നിർബന്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബാധ്യതകൾ എണ്ണി പറയുന്നിടത്ത് നമുക്ക് ഖുർആൻ മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ സൂറത്തുൽ അൻകബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ സൂറത്തുൽ ലുഖ്മാനിലൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മനുഷ്യർക്ക് ഇതാ തന്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുവാൻ, ഇഹ്സാനോടുകൂടി വർത്തിക്കുവാൻ ഞാനിതാ നിങ്ങൾക്ക് ബലവത്തായ വസിയ്യത്ത് ഉപദേശം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ മുസ്ഹഫിന്റെ ക്രമം നോക്കിയാൽ ഇതിനേക്കാൾ ഏറെ മുമ്പ് സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇതാ വസിയ്യത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് തുഹ്ഫത്തുൽ മൗദൂദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. കുട്ടി ജനിച്ചാൽ നമ്മൾ പാലിക്കേണ്ടതായ മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അതിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഫവസിയത്തുല്ലാഹി ലിൽ ആബാഇ ബി ഔലാദിഹിം സാബിഖത്തുൻ അലാ വസിയത്തിൽ ഔലാദി ബി ആബാഇഹിം, ഫവസിയത്തുല്ലാഹി ലിൽ ആബാഇ ബി ഔലാദിഹിം സാബിഖത്തുൻ അലാ വസിയത്തിൽ ഔലാദി ബി ആബാഇഹിം. ഇവിടെ കുട്ടികളോട് കാണിക്കേണ്ട മര്യാദയാണ്, കുട്ടികളോട് കാണിക്കേണ്ട അവരോട് കാണിക്കേണ്ട മര്യാദകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുന്തിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. കാരണം സൂറത്തുൻ നിസാ മുന്തിച്ചതാണ്. അതിലാദ്യം കുട്ടികളോടുള്ള മര്യാദയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് കുട്ടികളോട് മാതാപിതാക്കളോടുള്ള മര്യാദ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നത് എന്നുള്ളത് അത് ചെറിയ നിലക്കല്ല ബാധിക്കുക, വലിയ നിലക്ക് തന്നെ ബാധിക്കും. ഒരാളുടെ ദീൻ ഏത് നിലക്കായിരിക്കണം, ഒരു കുട്ടിയുടെ ദീൻ എങ്ങനെയായിരിക്കണം, അവന്റെ ദീൻ എന്തായിരിക്കണം എന്നതിൽ തന്നെ മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതിക്ക് ശേഷം മാതാപിതാക്കൾക്ക് അത്ര വലിയ തഅ്സീർ ഉണ്ടാക്കാൻ, അവർക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും. കേവലം സ്വഭാവ ഗുണങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകളിലോ മാത്രമല്ല. ആ കുടുംബക്കാരങ്ങനെയാണ്, ഈ കുടുംബക്കാരിങ്ങനെയാണ്, ഇതൊക്കെ മാതാപിതാക്കളിൽ ഉണ്ടാകുന്നതാണ്. അതിനേക്കാൾ ഉപരി ഒരാളുടെ ദീന് തന്നെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തന്നെ തെറ്റിച്ചു കളയാൻ മാതാപിതാക്കളുടെ സ്വാധീനം വലിയ നിലക്കുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പ്രസവിച്ച് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ്. അവർ ഷിർക്കിലല്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ബിദ്അത്തുകളിലല്ല, അവർ മഅസിയത്തുകൾ ചെയ്യുന്ന കൽബുമായിട്ടല്ല അവരുള്ളത്. പക്ഷേ അബവാഹു യുഹവ്വിദാനി ഔ യുനസ്സിറാനി, അവന്റെ മാതാപിതാക്കൾ ഇത് അവനെ യഹൂദിയാക്കുന്നു അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, ഔ യുമജ്ജിസാനി അല്ലെങ്കിൽ അവനെ മജൂസിയാക്കുന്നു. ഏതേത് മതമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്? അതുകൊണ്ട് മാതാപിതാക്കളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചെറിയ പ്രായത്തിൽ ഒന്നും അറിയാത്ത ആ കുട്ടിയെ കൊണ്ടുപോയി മാമൂലിസം വെക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, നസ്രാണിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആചാരങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, ആ ആചാരങ്ങൾ ആ കുട്ടിയെ അത് നിർബന്ധപൂർവ്വം അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, മാതാപിതാക്കളുടെ ദീൻ അത് മക്കളിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചുറ്റും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഏതൊരു മതത്തിലാണോ ജനിച്ചത് അതിൽ നിന്നും മാറി യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരിക, യഥാർത്ഥ സത്യത്തിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ വളരെ തുലവും കുറവേ കാണുന്നുള്ളൂ. കാരണം മിക്ക ആളുകളും അവരുടെ മാതാപിതാക്കളുടെ മതത്തിൽ തന്നെ തുടർന്നു പോകുക എന്നുള്ളതാണ് ഉണ്ടാകുക. ഒരു ശിർക്ക് ചെയ്യുന്നവന്റെ മക്കളാണെങ്കിൽ അതുപോലെ ആയിരിക്കും, ബിദ്അത്തുകാരുടെ മക്കളാണെങ്കിൽ അതുപോലെ ആയിരിക്കും. അല്ല, ആ രൂപത്തിൽ മാസിയത്തുകളിലൊക്കെ മുങ്ങിക്കുളിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കളാണെങ്കിൽ അവരും അങ്ങനെ തന്നെ ആയിരിക്കും. സ്വഭാവങ്ങളാകട്ടെ, വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് അതുപോലെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ ചെറിയ പ്രായത്തിൽ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ, ആ രൂപത്തിലുള്ള മര്യാദകൾ പഠിപ്പിച്ചാൽ അവരങ്ങനെ തന്നെ ആയി വരും. നമ്മൾ എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത് അതുപോലെ അവരുടെ സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, എത്രയും പറഞ്ഞത് മക്കളുടെ പരിപാലനം എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നറിയിക്കേണ്ടതായ കാര്യമാണ്. പിന്നീട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം 10ഓളം പോയിന്റുകൾ, 10ഓളം ഈ വിഷയത്തിൽ വേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയാം. അതിലൊന്നാമതായി പറയുന്ന കാര്യം, അത് ഇവിടെയുള്ള വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ആളുകൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് അദ്ദേഹം ഒന്നാമതായി പറയുന്നത്. അർ റക്കീസത്തുൽ ഊലാ ഇഖ്തിയാറു അസ്സൗജത്തി സാലിഹ, സാലിഹത്തായ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. മക്കളുടെ പരിപാലനം പറയുമ്പോൾ ആദ്യം പറയുന്ന പോയിന്റ് സാലിഹത്തായ ഒരു പെണ്ണിനെ നീ വിവാഹം ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
കാരണം ഒരു സാലിഹത്തായ ഒരു പെണ്ണിനെ അവൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ പെണ്ണിലൂടെയാണ് അവന് കുട്ടികൾ ഉണ്ടാകുന്നത്. അവൻ ആ പെണ്ണിലൂടെയാണ് ആ കുട്ടികൾ ഉണ്ടാകുന്നത്. നീ വിവാഹം ചെയ്യുന്ന പെണ്ണ് നല്ല ദീനിൽ അറിയപ്പെട്ട ഇസ്തിഖാമത്തുള്ള നല്ല സ്വഭാവമുള്ള തഖ്വയുള്ള ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായും നിന്റെ മക്കളിൽ അതിൽ വലിയ പ്രതിഫലനം ഉണ്ടാകും. പ്രത്യേകിച്ചും മക്കളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് അത് ഉമ്മമാരാണ്, യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ മക്കളോട് ചേർന്നിരിക്കുന്നത് ഉമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മമാർ നന്നായി കഴിഞ്ഞാൽ, നല്ലൊരു ഭാര്യയായി എന്റെ ഭാര്യ മാറിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതിൽ വലിയ സ്വാധീനമുണ്ടാകും മക്കളിൽ. അതുകൊണ്ട് ആദ്യം ആരംഭിക്കേണ്ടത് നല്ലൊരു പെണ്ണിനെ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. ഭംഗി ആളുകൾ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ കുടുംബ മഹിമ ആളുകൾ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. നല്ല കുടുംബക്കാരാണ്, നല്ല തറവാട്ടുകാരാണ്, അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ നിന്ന് എനിക്ക് വിവാഹം ചെയ്യണം, അങ്ങനെ പല രൂപത്തിൽ ആളുകൾക്ക് ചിന്തയുണ്ടാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി പൊതുവെ സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ, ചില ആളുകൾ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യും, നല്ല പണക്കാരാണ്. അപ്പൊ അങ്ങനെ പണക്കാരെ കെട്ടിയാൽ എന്താ കാര്യം? എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെ നല്ല പണക്കാരായി എനിക്കും അതുപോലെ അതിന്റെ സാമ്പത്തികമായ സഹായമൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇത് ചിന്തിച്ചിട്ട് ചില ആളുകൾ അങ്ങനെ കല്യാണം കഴിക്കാറുണ്ട്. വലിയ ഹസബിഹ, അതുപോലെ തറവാട് നോക്കി കല്യാണം കഴിക്കാറുണ്ട്. നല്ല തറവാട്ടുകാരെ കല്യാണം കഴിക്കണം. തറവാട് മഹിമ ഇല്ലാത്ത ആളുകളിലേക്ക് അങ്ങനെ നോക്കുകയില്ല, തറവാട് വേണം. ഓ ജമാലിഹ, നല്ല ഭംഗിയുണ്ടെങ്കിൽ ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ ദീനിഹ, ദീൻ അനുസരിച്ചിട്ടും ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇതെല്ലാം നിരുപാധികമായി തെറ്റാണ് എന്നല്ല, പക്ഷേ ദീനില്ലെങ്കിൽ, അവസാനം പറഞ്ഞ് ദീനില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫലപ്രദമാവുകയില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനുള്ളവളെ കരസ്ഥമാക്കുക. ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ നീ കരസ്ഥമാക്കുക. തരിബത് യദാക്, നിന്റെ 2 കൈകളും അത് മണ്ണോട് ചേർന്നാലും ശരി, അതൊരു പ്രയോഗമാണ്. അഥവാ നിനക്കൊരു ഫഖർ ഉണ്ടായാലും ശരി, ദാരിദ്ര്യം ഉണ്ടായാലും ശരി, നിനക്ക് ഇപ്പുറത്ത് നോക്കുമ്പോൾ നല്ല സാമ്പത്തികമായ കഴിവുള്ളൊരു പെണ്ണിന്റെ ആലോചന ഇവിടെ ഉണ്ട്, പക്ഷെ ദീന് കുറവുണ്ട്. ഇപ്പുറത്ത് നല്ല ദീനുള്ളൊരു പെണ്ണ് നിൽക്കുന്നുണ്ട്, സാമ്പത്തികമായി ചിലപ്പോൾ വളരെ പിന്നോക്കായിരിക്കും. മനുഷ്യൻ വളരെയധികം പരീക്ഷിക്കപ്പെടും. അവൻ ചിന്തിക്കും ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ ബാധ്യതയായിരിക്കും, വളരെ ദാരിദ്ര്യം പിടിച്ചു. പക്ഷെ ദീനിൽ മാഷാ അല്ലാഹ് ഉഷാറാണ്. പക്ഷെ ഇത് ദീന് കുറച്ചൊന്നും നമുക്ക് വേണം, ദീനി പിന്നെ പഠിപ്പിക്കാം, ഇതൊക്കെ ചിന്തിക്കുക. പക്ഷെ പണം സാമ്പത്തികമായി നമുക്ക് നല്ല സെക്യൂർഡാണ്, അത്യാവശ്യം സ്വത്തൊക്കെ നമുക്ക് കിട്ടാനൊക്കെ വകുപ്പുണ്ട്. ഇങ്ങനെ ചിന്തിക്കും. ദീനുള്ളവളെ നീ തെരഞ്ഞെടുക്കണം. തരിബത് യദാക്, നിന്റെ കൈ മണ്ണ് പുരണ്ടാലും ശരി, നിനക്ക് ഈ വള കൊണ്ടുപോയി നിനക്ക് പിന്നീട് അധ്വാനിക്കേണ്ടി വന്നു, വളരെ ദാരിദ്ര്യം ഉണ്ടായാലും ശരി. കാരണം അതുകൊണ്ടുള്ള സ്വാധീനം സഹോദരങ്ങളെ ചെറുതല്ല. അത് നമ്മുടെ ആ വിവാഹം കഴിക്കുന്ന പയ്യന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയും സ്വർഗവും നരകവും ഒക്കെ ചിലപ്പോൾ തീരുമാനിക്കുന്ന ഒരു വിഷയമായി മാറാറുണ്ട്. കാരണം സ്ത്രീ എന്ന് പറയുന്ന വലിയ ഫിത്ന. ചില ആളുകൾ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദീന് മാറ്റിവെക്കുന്ന എത്രയോ ആളുകളുണ്ട്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദീൻ, അത് യഥാർത്ഥ ദീൻ ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതുപോലെ മക്കളുടെ വിഷയവും സഹോദരങ്ങളും നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് തന്നെ ഇത് ആരംഭിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സാലിഹ, ആർക്കെങ്കിലും സാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പകുതി അവനെ സഹായിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഫല്യത്തഖില്ലാഹ ഫിശ്ശത്രിൽ ബാഖി, ബാക്കിയുള്ള കാര്യത്തിന് തഖ്വയോടുകൂടി സൂക്ഷിച്ചാൽ മതി. പകുതി ഏകദേശം ശരിയായിട്ടുണ്ട്, പകുതി ഏകദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രമാത്രം സ്വാധീനമുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മിൻ സആദത്തി ഇബ്നി ആദം അൽ മർഅത്തു സാലിഹ, നല്ല ദീനുള്ള പെണ്ണ് ഭാര്യയായി ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണ് അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ ഒരു പെണ്ണുണ്ടാവുക എന്നുള്ളത്. അതില്ലെങ്കിൽ യാതൊരു സൗഭാഗ്യം ഉണ്ടാവുകയില്ല. എത്ര സാമ്പത്തികമായ കഴിവുണ്ട്, നമ്മൾ ദീന് നോക്കുന്ന ആളാകണം. അല്ല, 2 ആൾ ഒരുപോലെയാണ് പിന്നെ ഒരിക്കൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ല, അങ്ങനെ നമ്മൾ കാണുന്നുണ്ടാവും കുറെ ആളുകൾ, ദീനില്ലാത്ത ആൾ സന്തോഷമൊക്കെ കാണും. 2 ആൾക്കും ദീനില്ല, 2 ആൾക്കും ദീനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. ചിലപ്പോൾ 2 കൂട്ടർ നിസ്കരിക്കാത്തവരായിരിക്കും, വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കും. അപ്പൊ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായി തോന്നുകയില്ല. പക്ഷെ ദീനനുസരിച്ച് ദീന് വേണമെന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനില്ലാത്തൊരു പെണ്ണ്, അവൾ എത്ര വലിയ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവളാകട്ടെ, എത്ര വലിയ സൗന്ദര്യവതിയാകട്ടെ, അവൻ സന്തോഷത്തോടുകൂടി ജീവിക്കാനേ സാധിക്കുകയില്ല. വളരെയധികം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും, മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സആദത്താണ്, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മക്കളാകാത്ത ആളുകളുണ്ട് എങ്കിലും അവർക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യം, നിന്റെ മക്കളാകുന്നതിന് മുമ്പ് നിന്റെ ഭാര്യ നീ നന്നായി ദീൻ പഠിപ്പിക്കുക. നിന്റെ ഭാര്യയ്ക്കൊരു ദീനും ഇല്ലെങ്കിൽ നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ നോക്കേണ്ടവളാണ് ഇവൾ.
നിന്റെ ഭാര്യ നീ ഒന്നിനും കൊണ്ടുപോകുന്നില്ല. അല്ലെ, ചില ആളുകൾ അങ്ങനെയാണ്, ഭാര്യ അങ്ങനെ അവിടെ മാറ്റി വെക്കും, ഇവൻ മാത്രം ഇങ്ങനെ ദീന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവൻ മാത്രം ദീനിയായ കാര്യങ്ങളിലൊക്കെ മുന്നേറും. ഭാര്യ അത്തരം കാര്യങ്ങളിലൊന്നും പ്രോത്സാഹിപ്പിക്കുകയില്ല, അത്തരം മജ്ലിസുകളിലേക്ക് കൊണ്ടുവരികയില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി യാതൊരു ബന്ധം അവൾക്ക് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ദീനിയായ ഒരാളുമായിട്ട് ബന്ധമില്ലാത്ത എത്രയോ ആളുകളെ കാണാൻ സാധിക്കും. ഭാര്യ അത് അവൾ അങ്ങനെ അവിടെ അടുക്കളയിൽ പണിയും മറ്റുമൊക്കെ ആയിട്ട് അവൾക്ക് ദീനിയായിട്ട് ഒരാളെ അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. പിന്നീട് അവർക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം അവർക്ക് ദീനിനെ കുറിച്ചൊന്നും അറിയില്ല. ചിലപ്പോൾ ഖുർആൻ പോലും ഓതാൻ അറിയാത്ത പെണ്ണായിരിക്കും, ഒരു ഫാത്തിഹ പോലും ഓതാൻ അറിയാത്തവളായിരിക്കും. എങ്ങനെയാണ് കുട്ടിയെ പഠിപ്പിക്കുക? എങ്ങനെയാണ് ദീൻ അനുസരിച്ചിട്ട് മക്കളെ വളർത്തുക? അതുകൊണ്ട് കുട്ടികളെ മര്യാദ പഠിപ്പിക്കാൻ, കുട്ടികളെ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമികമായി പഠിപ്പിക്കണമെങ്കിൽ അത് ഭാര്യയിൽ നിന്ന് തുടങ്ങണം എന്നതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ പോയിന്റിന്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, അർറക്കീസത്തു സാനിയ ഗർസു അൽ അഖീദ വൽ ഈമാൻ. യഥാർത്ഥ വിശ്വാസവും ഈമാനും അതുപോലെ അഖീദയും ഈമാനും വിശ്വാസവും ഒക്കെ അത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളിൽ ആദ്യം നമ്മൾ ആരംഭിക്കേണ്ടത് അവരോട് കുട്ടികളുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസ കാര്യങ്ങളിലാണ് ആരംഭിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ പൊതുവെ പാരന്റിംഗ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പലരും പോയി പാരന്റിംഗ് എങ്ങനെയാണ് കുട്ടികളെ നോക്കേണ്ടത് അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് പഠിക്കാൻ വേണ്ടി അല്ലെ പാരന്റിങ്ങിന് വേണ്ടി പോകും. അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കുറെ മോഡേൺ തിയറികളായിരിക്കും, മനുഷ്യർ കണ്ടുപിടിച്ച തിയറികളായിരിക്കും. ഇതുകൊണ്ടൊന്നും യാതൊരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. ഇസ്ലാമികമായ യഥാർത്ഥ വിശ്വാസം സഹോദരങ്ങളെ അത് കുട്ടികൾക്ക് അവിടെയാണ് ആരംഭിക്കേണ്ടത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ യഥാർത്ഥ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിശ്വാസത്തിന്റെ അതിന്റെ എത്രമാത്രം അതിന് സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കെട്ടിടത്തെക്കുറിച്ച് ഉപമ പറയുകയാണെങ്കിൽ ആ കെട്ടിടത്തിന്റെ തറക്ക് എത്രമാത്രം, അതിന്റെ ഫൗണ്ടേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അല്ല, ഫൗണ്ടേഷൻ കേടാണെങ്കിൽ കെട്ടിടം എത്ര കെട്ടി ഉയർത്തിയാലും അത് ഏത് നേരം നിലമ്പൊത്തും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഒരു മരത്തിനെ കുറിച്ച് നമ്മൾ അതിനെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ വേരിനോടാണ് വിശ്വാസത്തിന് ഉപമിക്കാൻ സാധിക്കുക. വേര് മോശമായാൽ എത്ര വലിയ മരമാണെങ്കിലും വേര് ചീഞ്ഞു പോയാൽ മരം പെട്ടെന്ന് പൊതിഞ്ഞ് താഴുന്നത് കാണാൻ സാധിക്കും. ആ മരത്തിന്റെ ബലമോ അതിന് വലിയ വലിയ ശിഖരങ്ങളോ അതിന് ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന ശിഖരങ്ങളോ ഒന്നും അതിന് ഫലം ചെയ്യുകയില്ല. വേര് പോയാൽ ആ മരം ഒന്നാകെ നിലം പതിക്കും. അതുപോലെ തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, വിശ്വാസം ശരിയില്ല. ഇസ്ലാമികമായ പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പല കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ വലിയ സ്വഭാവ മഹിമകൾ ആളുകളെ കണ്ട നല്ല ചിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. വിശ്വാസമൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരങ്ങൾ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശ്വാസമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ നമ്മൾ എടുത്തു നോക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറെ സഹായകമാകുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ അധ്യായം. അത് 2-ാമത്തെ പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ചില ഉപദേശങ്ങൾ അവിടെ പറയുന്നുണ്ട്. ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ചില ഉപദേശങ്ങൾ അവിടെ പറയുന്നുണ്ട്. ലുഖ്മാൻ അദ്ദേഹം നബിയാണോ അതല്ല സാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്നാണ്, നബിയാണ് എന്ന് പറയാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്ന് തന്നെയാണ് ലുഖ്മാൻ അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു പേജ് അതിന് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു പേജ് ഒരു ആയത്ത് കുറവുണ്ടാവും, അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചത് സഹോദരങ്ങൾ വെറുതെ അല്ല. അതെല്ലാ മാതാപിതാക്കൾക്കും അവരെങ്ങനെയാണ് കുട്ടികളോട് ഉപദേശിച്ചു തുടങ്ങേണ്ടത്, അതിന്റെ ക്രമം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുള്ള ഒരു പേജ് തന്നെയാണ് സൂറത്തുൽ ലുഖ്മാനിൽ 2-ാമത്തെ പേജ്. നോക്കൂ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ലുഖ്മാനിന്റെ ഉപദേശം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു. ലുഖ്മാൻ തന്റെ മകനോട് സദുപദേശം നടത്തവേ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറയുന്ന കാര്യം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ഒന്നാമത് പറഞ്ഞ കാര്യം അതാ, മകനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം. കാരണം ഷിർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാനിന്റെ വാചകങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ ആദ്യം ആരംഭിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഷിർക്കാണ്. തൗഹീദിനെ കുറിച്ചാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഷിർക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് അത് ഷിർക്കാണ്. നമുക്ക് പല അക്രമങ്ങളും അറിയാം. കൊലപാതകം വലിയ അക്രമമാണ് എന്നറിയാം, പിടിച്ചുപറി അക്രമമാണെന്നറിയാം, മോഷണം അക്രമമാണെന്നറിയാം. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കിൽ നീ കാണിക്കുന്ന ഈ അക്രമം തന്നെയാണ്. ഷിർക്ക് എന്ന് പറയുന്ന അക്രമം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ ഇവിടെ ലുഖ്മാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഷിർക്കിന്റെ കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്, മക്കളോടൊക്കെ എപ്പോഴെങ്കിലും ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്.
ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് തൗഹീദ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ആ തൗഹീദിന്റെ നിർവചനം എന്നതാണ് എന്ന് ഹിഫ്ളാക്കിപ്പിക്കണം എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതല്ല അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മറിച്ച് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ കാണുന്ന ആളുകളൊക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാ വിഗ്രഹങ്ങളോട് ആരാധിക്കുന്നവരുണ്ട്, കുരിശന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇങ്ങനെ കെട്ടിയുയർത്തിയ ജാറങ്ങളുടെ മുന്നിലൊക്കെ പോയി കരയുന്നവരുണ്ട്. ഇവരൊക്കെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര വലിയ നന്ദി കേടാണ്, എത്ര വലിയ അക്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമുക്ക് പരിപാലിക്കുന്ന അള്ളാഹുവാണ്, നമ്മളെ സദാ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ സഹായം തേടാനും പ്രാർത്ഥിക്കാനും നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ അർപ്പിക്കാനും പാടുള്ളൂ എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഉപദേശം അതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതായത് ശിർക്ക്. അതൊന്നും നമ്മൾ എങ്ങനെ കുട്ടികളോട് പറയാം? തൗഹീദ് ഒക്കെ എങ്ങനെയാണ് കുട്ടികളോട് പറയാം? അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കും. അവർക്ക് മനസ്സിലാവുന്നതാണ്. ഇല്ല, അവർക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അതാണ്. നോക്കൂ, അതുപോലെ തന്നെ അഖീദപരമായ കാര്യം തന്നെയാണ് അടുത്തത് പറഞ്ഞു കൊടുക്കുന്നത്. നിസ്കാരം പറയുന്നതിന് മുമ്പൊക്കെ ഇതിൽ പറയുന്ന കാര്യം എന്താണ്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. മകനെ, ഒരു നിസ്സാരമായ ഒരു കാര്യം, അതൊരു മിസ്ഖാല ഹബ്ബത്തിന്, ഒരു ധാന്യമണിയുടെ നിസ്സാരമായ ഒരു കാര്യമാകട്ടെ, എന്നിട്ട് നീ അതൊരു പാറക്കുള്ളിൽ വെച്ച് ചെയ്തു, നന്മയാകട്ടെ തിന്മയാകട്ടെ, നിന്റെ ഒരു പ്രവൃത്തി ഒരു പാറയുടെ ഉള്ളിൽ തുറന്നുകൊണ്ട് നീ അതിന്റെ ഉള്ളിൽ പോയി ചെയ്തു, ആരും അത് കാണാൻ പോകുന്നില്ല. ആകാശത്ത് എവിടെയെങ്കിലൊക്കെ പോയി നീ ചെയ്തു, ഭൂമിയിൽ എവിടെയെങ്കിലൊക്കെ മാറി നീ ചെയ്താൽ യഅതി ബിഹാ അല്ലാഹ്, നീ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, എല്ലാം സസൂക്ഷ്മമായി അറിയുന്ന ലത്തീഫും ഖബീറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് ലുക്മാൻ യാ ബുനയ്യ, പൊന്നുമകനെ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത്. കാരണം ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നെന്തുണ്ടാവില്ല? അല്ലെ, മാതാപിതാക്കളുടെ അഭാവത്തിൽ കുട്ടികൾ മോശമാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഉപ്പയും ഉമ്മയും കാണുമ്പോൾ അവർ നന്നായിരിക്കും, ഉമ്മയുടെ അഭാവത്തിൽ അവരെന്ത് ചെയ്യും? ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ അവരെ പഠിപ്പിക്കേണ്ട കാര്യം ഇതാണ്: മകനെ, നീ എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എവിടെ പോയി ചെയ്താലും ഇത് അറിയുന്നതാണ്. നീ ഒരു നന്മ ചെയ്താലും അല്ലാഹു തആല നാളെ അത് കൊണ്ടുവരും, പാഴാക്കി കളയില്ല. നീ ഒരു തിന്മ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയാതെ പോവുകയില്ല. അതെവിടെ പോയി നീ ചെയ്താലും, ഉപ്പ അവിടെ ഉണ്ടായിട്ടില്ല, ഉമ്മ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ അവസരത്തിലാണ് പലരും പല തിന്മകളിലേക്കും ചെന്നെത്തുക. അല്ലെ, മാതാപിതാക്കളില്ലാത്ത കുടുംബങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിയാലാണ് പലപ്പോഴും അവർ മോശത്തിൽ ജീവിക്കുക. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നാട്ടിലേക്ക് വന്നാൽ കുടുംബക്കാരോടൊപ്പം ഉണ്ടായാൽ നല്ലവരായിരിക്കും. എന്നാൽ അവരെ വേറെ കടയിലൊക്കെ പഠിക്കാൻ അയച്ചു, വേറെ കടയിലൊക്കെ കൊണ്ടയച്ചാൽ വളരെ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്കും മറ്റുമൊക്കെ എത്തുന്ന സമയത്ത് അവർ അതിനോടൊപ്പം ചേരുന്നതായിരിക്കും. എന്നാൽ മാതാപിതാക്കളുടെ മുന്നിൽ നല്ലവരായിട്ടിരിക്കും. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പൊ ആദ്യം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിസ്കരിക്കുന്നതിന് മുമ്പ്, നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് മുറാഖബത്തിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവരാണ് എന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷമാണ് പിന്നീട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ ആ സൂറത്തിലേക്ക് വരുന്നത്. ഇനി അതുപോലെ ഒരിക്കൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കുന്ന ഹദീസുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ഗുലാമായിരുന്നു, കുട്ടിയായിരുന്നു. ഗുലാം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രായത്തിനാണ് ഗുലാം എന്ന് പറയാ. അല്ല, കുട്ടികൾക്ക് ഓരോ പേരുകളുണ്ട്. ചെറിയ ചെറിയ ഓരോ വയസ്സിനനുസരിച്ചിട്ടും അറബിയിൽ പേരുകൾ വ്യത്യാസപ്പെടും. ഏകദേശം പ്രായപൂർത്തിയോടടുപ്പിച്ച് പ്രായപൂർത്തി എത്തുന്ന ആ പ്രായത്തിനൊക്കെ ഗുലാം എന്നാണ് പറയാ. അത്ര ചെറുതാണെന്ന് അർത്ഥം. അതോ 13 വയസ്സായേക്കാം, അല്ലെങ്കിൽ 12 വയസ്സായേക്കാം. ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് 13 അല്ലെങ്കിൽ 12 എന്നൊക്കെ അഭിപ്രായം കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇബ്നു അബ്ബാസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് പറയുന്നത്: യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എന്റെ പൊന്നുമകനെ, ഗുലാം, കുട്ടിയെ, ഞാനിതാ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. എന്നിട്ട് ആ വാചകങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി പറഞ്ഞത് ഇഹ്ഫളില്ലാഹ് യഹ്ഫൾക്ക്, ഇഹ്ഫളില്ലാഹ് തജിദ്ഹു തുജാഹക്, ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ നീ സംരക്ഷിക്കുക. അത് കാറ്റിൽ പറത്താൻ പാടില്ല. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ, ദീനി നിയമങ്ങൾ, അത് നീ പാലിക്കുക. യഹ്ഫൾക്ക്, തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളും അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കുന്നവരാണെങ്കിൽ നീ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു നിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു യഹ്ഫൾക്ക്, ഇഹ്ഫളില്ലാഹ് തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തജിദ്ഹു തുജാഹക്, അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുന്നിൽ കാണാം. സഹായിയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോടൊപ്പം ഉണ്ടാകും. ആരില്ലെങ്കിലും നീ ഒറ്റക്കായി പോവുകയില്ല. പിന്നീട് അത് പറയുന്നുണ്ട് അവസാനം അതുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നീട് തൗഹീദിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. അല്ലെ, ചോദിക്കണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ അത് വളരെ വ്യക്തമല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് 2 രൂപത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ നിങ്ങൾ മാതാപിതാക്കളോട് അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തു തരാൻ ചോദിക്കാറില്ലേ? ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കാറില്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമോ? കാരണം അത് രണ്ടും വ്യക്തമാണ്.
പ്രാർത്ഥനാ രൂപത്തിൽ നീ ചോദിക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നീ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഉമ്മാനോട് ചോദിക്കില്ല, അബ്ബാസ് റളിയല്ലാഹു ഞാൻ ചോദിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ചോദിക്കാറുണ്ടല്ലോ, ഇന്നത് ഒന്ന് ചോദിക്കാറുണ്ടോ, അങ്ങനെ ആരും പറയില്ല. കാരണം ബുദ്ധിയുള്ള മനുഷ്യർക്ക് അറിയാം ആ രണ്ട് ചോദ്യം വേറെ വേറെ തന്നെയാണ്. ഇവിടെ പറയുന്നത് പ്രാർത്ഥനയാകുന്ന ചോദ്യമാണ്, അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്, അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്. അത് അള്ളാഹുവിനോടെ ചോദിക്കാവൂ. അതുപോലെ തന്നെ ഇത് സഹായം തേടുന്ന സമയത്ത് അള്ളാഹിനോടെ സഹായം തേടാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയാം. അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്നു, വഅലം, മോനെ നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ ഉമ്മത്തിൽ എല്ലാവരും കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു, നിനക്കൊരു നന്മ ചെയ്യാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വേണ്ടി എഴുതിയ ആ ഒരു ഉപകാരമേ കിട്ടുകയുള്ളൂ. ചില ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തും, എല്ലാവരൊക്കെ ഉണ്ടായാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, ജനങ്ങൾക്ക് വേണ്ടി ദീനിനൊക്കെ ഒഴിവാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ നീ എന്തെങ്കിലുമൊക്കെ ഉപകാരം പ്രതീക്ഷിച്ചിട്ടാണ് ആളുകളുടെ ഒക്കെ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നത്, ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റി. കാരണം എല്ലാവരും കൂടി നിന്നെ സഹായിക്കാൻ ശ്രമിച്ചാലും നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയതേ നിനക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ ഒഴിവാക്കിയിട്ട് നീ ആളുകളോടൊപ്പം ഒന്നും പോകാൻ നിൽക്കേണ്ടതില്ല, ആളുകളെ സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എഴുതിയതേ കിട്ടുകയുള്ളൂ. തിരിച്ചും പറഞ്ഞു, വലൗ ഇജ്തമഉ അലാ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഏതൊരു ഉപദ്രവം ഉണ്ടാവും, ഒരു ഉണ്ടാവും, അതേ നിനക്ക് ഏൽക്കുകയുള്ളൂ. ദീന് പലരും ഉപേക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? പലരും ദീൻ ഉപേക്ഷിക്കുന്നതിന്റെ കാര്യം പേടിച്ചിട്ടാണ്. എല്ലാവരും കൂടി എനിക്കെതിരെ തിരിയും, നാട്ടുകാർ തിരിയും, വീട്ടുകാർ തിരിയും, ഇങ്ങനെ പലതും പേടിച്ചിട്ട് ദീൻ ഉപേക്ഷിക്കും. ഒന്നും സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, അതേ സംഭവിക്കുകയുള്ളൂ. നിന്നെ 100 ആയുധവുമായി കൊല്ലാൻ വന്നു, നിന്റെ കയ്യിൽ ഒന്നുമില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നീ അവിടെ മരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്, നീ മരിക്കും. നീ മരിക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മരിക്കില്ല, നീ പേടിക്കേണ്ടതില്ല. നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തവക്കുലാക്കുക എന്നുള്ളത് വളരെ കൃത്യമായി പറയണം. റുഫിയത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുള്ള കാര്യം അത് സഹോദരങ്ങളെ അതിന്റെ പേന ഉയർത്തിയിട്ടുണ്ട്. ഇനി ഒന്നും പുതുതായി എഴുതാൻ പോകുന്നില്ല. ലൗഹുൽ മഹ്ഫൂദിൽ ഒരു മാറ്റത്തിരുത്തലുകളില്ല, ഒന്നും ആഡ് ചെയ്യാനുമില്ല, ഒന്നും കുറക്കാനുമില്ല. വജഫത്തിസ് സുഹുഫ്, എത്രമാത്രം ആ എഴുതപ്പെട്ടിട്ടുള്ള മഷി അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഏടുകൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ളത് എല്ലാം എഴുതിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി അറിയിക്കാൻ. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം അറിയിക്കാൻ, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഒരാൾക്ക് സഹായിക്കുന്ന, എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഒരാൾക്ക് സഹായകമാകുന്ന കാര്യമാണ് ഖദറുമായി ബന്ധപ്പെട്ട കാര്യം. ചെറിയ കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിശ്വാസ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഉദാഹരണമാണിത്. ഇത് ചില കാര്യങ്ങളാണ്. അതുപോലെ വിശ്വാസപരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തതിനാണ് നമുക്ക് സങ്കടം വേണ്ടത്. അല്ല, പലർക്കും സങ്കടം, എന്റെ കുട്ടിക്ക് അത് നല്ല ഇംഗ്ലീഷ് അറിയില്ല, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും നിനക്ക് സങ്കടം വേണ്ടത് എന്റെ കുട്ടിക്ക് ഞാൻ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, എന്റെ കുട്ടിയൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ ഇതൊന്നും എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നിരാശ നിനക്ക് ഉണ്ടാക്കേണ്ട കാര്യം. അതാണ് നീ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ് സഹോദരങ്ങളെ, അർറക്കീസത്തു സാലിസ കസ്റത്തു ദുആ, ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നല്ല രീതിയിൽ അള്ളാഹുവിനെ തവക്കുലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും റബ്ബിനെ തവക്കുലാക്കാൻ നമുക്ക് പറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സബബുകളൊക്കെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരേണ്ടത്. റബ്ബിൽ നമുക്ക് തവക്കുലാക്കാൻ കഴിയണം. നമ്മളെ മക്കളെ, നമ്മളെ ദീനിനെ റബ്ബിൽ തവക്കുലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കണം. അള്ളാഹുവെ നീ നോക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. അവരുടെ ഇസ്തിഖാമത്തിന് വേണ്ടി, അവർ നന്നാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന ആരംഭിക്കുന്ന സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ മക്കൾ വലുതായതിനു ശേഷം, മക്കൾ ഉണ്ടായതിനു ശേഷം പോലും അല്ല, മറിച്ച് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദുആ ആരംഭിക്കുന്നുണ്ട് എന്നാണ് അമ്പിയാക്കളുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണെന്ന് അറിയപ്പെട്ട പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ടവരാണ്. ആ അമ്പിയാക്കളിൽപ്പെട്ട പല പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാണാം, റബ്ബി ഹബ് ലീ മിനസ് സാലിഹീൻ, അള്ളാഹു എനിക്ക് സാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും? വിവാഹം കഴിഞ്ഞ ആളുകൾ എത്ര ആളുകൾ എനിക്ക് സാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും? നിസ്സാരമായ പ്രാർത്ഥനയല്ലത്. ഞാനൊരു നബിയാണ്, എനിക്ക് എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളെ തരും, കാരണം അള്ളാഹു എന്നെ തെരഞ്ഞെടുത്ത നബിയാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല അമ്പിയാക്കൾ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, റബ്ബി ഹബ് ലീ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളായ മക്കളെ എനിക്ക് നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാൻ. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ,
റബ്ബേ നീ എനിക്ക് ദുർരിയത്തുൻ ത്വയ്യിബ, നല്ല സന്താനങ്ങളെ നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ. നീ എല്ലാ ദുആക്കും ഉത്തരം നൽകുന്നവനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ നൽകുന്നത്? ആ ചരിത്രം പറയുമ്പോൾ അമ്പിയാക്കൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറയാനാണോ? അല്ല, അത് നമുക്ക് മാത്രമല്ല, നമ്മൾ ഇതേ പ്രാർത്ഥന കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് ചോദിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിലുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ വമിൻ ദുർരിയതി, റബ്ബേ എന്നെയും എന്റെ ദുർരിയത്തിൽപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ടവരെയും നീ എന്താക്കണം, മുഖീമസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണം എന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കൂ. പലരും ഒക്കെ പരാതിയൊക്കെ പ്രയാസമൊക്കെ പറയാണ്, മക്കളോട് എത്ര വർഷം നിസ്കരിക്കുന്നില്ല. ചിലപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും, നിസ്കാരത്തിന് ഗൗരവം അറിയാത്തതുകൊണ്ടായിരിക്കും. ഇനി ഗൗരവം എത്തിയ പ്രായമുണ്ട്, അല്ലെ 7 വയസ്സായ മക്കൾ എന്തായാലും നിസ്കരിക്കണം, 10 വയസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് അടിക്കേണ്ടതുണ്ട്, നിർബന്ധമായി നിസ്കരിക്കണം, അല്ലെ, നമ്മൾ കൽപ്പിക്കേണ്ട പ്രായമാണത്. എന്നിട്ടൊന്നും മക്കൾ നിസ്കരിക്കുന്നില്ല. ഇനി പ്രായപൂർത്തി എത്തിയാൽ അവർക്ക് തന്നെ നിർബന്ധമാകുന്ന അവസ്ഥയായി, എന്നിട്ടൊന്നും നിസ്കരിക്കുന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട്, മഹാനായ ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബി ജഅൽനി മുഖീമസ്. നമ്മൾ സ്വന്തത്തിന്റെ കാര്യം, നമ്മൾ നിസ്കരിക്കുന്നവരാകണം, അതുപോലെ തന്നെ മക്കളും ആകണം. ചിലപ്പോൾ നമ്മളൊന്നും ഒരിക്കലും നമുക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല നിസ്കരിക്കുന്ന ആൾക്കാരാണ്, 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരാണ്, നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കാറേയില്ല. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ നിസ്കരിക്കുന്നവരെ ഉൾപ്പെടുത്തും, മുഖീമിസ് സലാ, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന കൂട്ടരിൽ എന്നെ ഉൾപ്പെടുത്തണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര ആളുകൾ നല്ല നിസ്കരിക്കുന്നവരായിട്ടുള്ളവർ പിന്നീട് ആ നിസ്കാരം ഉപേക്ഷിച്ചവരുണ്ട്, അല്ലെ? ആളുകൾ ദീനിൽ തെറ്റിപ്പോകുമ്പോ അതിന്റെ കാരണം ചോദിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം, അവർ ഒരു പക്ഷേ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ടായിരിക്കാം അവർ തെറ്റിപ്പോയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ദീനിലെ പ്രധാനപ്പെട്ട ഓരോ കർമ്മങ്ങൾ റബ്ബെ നന്നായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കണം, പ്രാർത്ഥിക്കണം. അതിൽപ്പെട്ടതാണ് നിസ്കാരം. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ, പഠിച്ച് ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാ, അല്ലാഹു എന്നെ നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്ത് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞ്, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് പറഞ്ഞ് നല്ല വിശേഷണങ്ങളുള്ള ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. സൂറത്തുൽ ഫുർഖാന്റെ അവസാനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന പറയുന്നത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവർ പ്രാർത്ഥിക്കുമെന്നാണ്, റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നീ നൽകണമേ. അവരെ കാണുമ്പോൾ നല്ല ദീനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് കൺകുളിർമ ഉണ്ടാവുക. അങ്ങനെയുള്ള കൂട്ടത്തിൽ അവരെ ആക്കണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെല്ലാവരും മുത്തഖീങ്ങളിലാക്കണം എന്നല്ല പറഞ്ഞു, മുത്തഖീങ്ങൾക്ക് ഇമാം, അതായത് മുത്തഖീങ്ങളിൽ തന്നെ മുമ്പിൽ നിൽക്കാവുന്ന അത്രയും ദീനുള്ളവരായി നീ ഞങ്ങളൊക്കെ മാറ്റണമേ എന്ന് ദുആ ചെയ്യുകയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരിങ്ങനെ ദുആ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ ആകണമെങ്കിൽ ഇതൊക്കെ നമ്മളും ദുആ ചെയ്യണമെന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. ഇനിയും മക്കളുണ്ടാകാം, അല്ലെ? എനിക്കിനി മക്കൾ ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് ഈ പ്രാർത്ഥനയൊക്കെ മക്കൾ ഇനി ഉണ്ടാകാൻ പോകുന്നവർക്കും അതുപോലെ ഉള്ള മക്കളിൽ കൺകുളിർമയേകാനുമുള്ള പ്രാർത്ഥനയാണ്. ഉള്ള മക്കളിൽ കൺകുളിർമയേകാൻ, അഥവാ ദീനനുസരിച്ച് അവർ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ദുആയാണ്. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യണം. വിശിഷ്യ മാതാപിതാക്കളുടെ ദുആക്ക്, മക്കൾക്ക് നൽകുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, സലാസു ദഅവാത്തിൻ, 3 ദുആ മുസ്തജാബാത്ത്, ഉത്തരം ചെയ്യപ്പെടുന്നവയാണ്. ലാ ശക്ക ഫീഹിൻ, അതിൽ സംശയമില്ല എന്നാണ് പറഞ്ഞു. ഉത്തരം ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ലാ ശക്ക ഫീഹിൻ, അതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമതായി പറഞ്ഞു ദഅവത്തുൽ വാലിദ്, ഒരു പിതാവിന്റെ ദുആ. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കും. രണ്ടാമത് പറഞ്ഞു ദഅവത്തുൽ മുസാഫിർ, 3 ദഅവത്തുൽ മദ്ലൂം, യാത്രക്കാരന്റെ പ്രാർത്ഥന, അതുപോലെ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഇതൊക്കെ അല്ലാഹു പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കും. പക്ഷെ ചില ആളുകൾ ചില അവസ്ഥയിലുള്ള പ്രാർത്ഥന അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. ചില സമയത്തുള്ള പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. ചില സ്ഥലത്തുള്ള പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. അതിൽപ്പെട്ട കാര്യമാണ് ഒരു പിതാവിന്റെ പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ മറ്റൊരു ദർസിൽ അദ്ദേഹം ഒരു ദുആയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി, വിശിഷ്യ മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന, മക്കളോട് ചെയ്യുന്ന ദുആ, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കാബയുടെ അടുക്കൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അത് കാബയുടെ അടുക്കൽ വെച്ചിട്ട് നിങ്ങൾക്കറിയാം, ഹജറുൽ അസ്വദിന്റെ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കാറുണ്ട്, ഒരു കയറും പിടിച്ചുകൊണ്ട്, അവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഒരു പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കഥയാണത്. എന്താണ് അതിൽ പറയുന്നത്? സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷം മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഈ പോലീസുകാരൻ അദ്ദേഹം ആദ്യമായി ഇവിടെ ജോലിക്ക് കയറുകയാണ്.
കാബയുടെ അടുക്കൽ ഇങ്ങനെയുള്ള ഒരു ജോലിക്ക് അദ്ദേഹത്തിന് ആദ്യമായി കയറുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ സംഭവം ആദ്യത്തിലായതുകൊണ്ട് തന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം നന്നായി ഓർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം ഒരിക്കൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഉച്ചത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അയാൾ ശ്രദ്ധിക്കുകയാണ്. ഒരാൾ ഉച്ചത്തിൽ അവിടെ കാബയുടെ അടുക്കൽ വന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അയാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ എനിക്കൊരു കുട്ടിയെ നൽകണം, അള്ളാഹുവെ എനിക്കൊരു കുട്ടിയെ നൽകണം എന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. അയാൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇയാളങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ഒച്ചയെടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അത് ഇയാൾക്ക് പ്രത്യേകം ഇയാളെ നോട്ട് ചെയ്യാൻ ഒരു കാരണമായി. അയാൾ നോട്ട് ചെയ്തു, സംഭവം കഴിഞ്ഞു. പിന്നീട് അടുത്ത കാര്യം നടക്കുന്നത് ഏകദേശം 10-18 വർഷങ്ങൾക്ക് ശേഷം. ഇദ്ദേഹം ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-18 വർഷങ്ങൾക്ക് ശേഷം ഇതേ സമാനമായൊരു ഒച്ച ഒരാൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ പോലീസുകാരൻ നോട്ട് ചെയ്യാൻ. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇത് പണ്ട് വന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ഇത്തവണ ഇയാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു എന്റെ മകനെ നശിപ്പിക്കണമെന്നാണ്. അള്ളാഹു മഹ്ലിക്കു വലദി, അള്ളാഹു എന്റെ കുട്ടിയെ നശിപ്പിക്കണമെന്നാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഒരാളൊരു കുട്ടി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചൊരു വ്യക്തി പിന്നീട് ആ കുട്ടി നശിക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇയാൾ ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനെ അവിടെ ആ ജോലി കേൾപ്പിച്ചുകൊണ്ട് അയാൾ ആ കാബയുടെ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരികയാണ്. ഇയാളുടെ അടുത്തേക്ക് വന്നു. ഇയാൾ അടുത്തേക്ക് വന്നിട്ട് ഇയാൾ പറഞ്ഞു, ഒരു 18 വർഷം മുമ്പ് നിങ്ങളിവിടെ മകൻ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ് നിങ്ങൾ. അയാൾ പറഞ്ഞു, അതെ, നിങ്ങളന്ന് പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതാ നിങ്ങൾ ആ മകനെ നശിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാം. എന്നിട്ട് ഈ വ്യക്തി പോലീസുകാരനോട് പറഞ്ഞു കൊടുത്തു, ഞാൻ മനസ്സിലാക്കുന്നത് നീ 2 പ്രാവശ്യം നിന്റെ കുട്ടിയോട് ദുൽമ ചെയ്തു എന്നാണ്. ഒന്നാമത്തത്, നീ ആദ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തിരുന്നു നീ എനിക്കൊരു മകനെ നൽകണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് നീ സാലിഹായ മകൻ എന്ന് അള്ളാഹുവോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ തന്നെ നീ ഒരു ദുൽമ ചെയ്യാൻ. എങ്ങനെയെങ്കിലും ഒരു മകനെ കിട്ടിയാൽ മതി എന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സാലിഹായ മകനെ നീ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. രണ്ടാമത്, ഇപ്പോൾ നീ മകനെതിരെ പ്രാർത്ഥിക്കണം. ഒരിക്കലും മകനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. നശിപ്പിക്കാനാണ് നീ പ്രാർത്ഥിക്കുന്നത്. അത് വലിയ ദുൽമാണ് നീ നിന്റെ മകനോട് ചെയ്ത്. 2 പ്രാവശ്യം നീ ചെയ്തു. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ സ്ഥലം, അഥവാ കാബയുടെ ഹജറുൽ അസ്വദിന്റെയും ബാബിന്റെയും ഇടയിൽ മുൽത്തസിർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്നാണ്. സാധിക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാം. പൊതുവെ തിരക്കാണ് അവിടെ ഉണ്ടാകാറുള്ളത്. അപ്പൊ അവിടെ വെച്ച് നീ മകന് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ സ്ഥലം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ കൊണ്ടാക്കിയിട്ട് അയാൾ ദുആ ചെയ്യാൻ പറയാൻ. അയാൾ അവിടെ വെച്ച് ദുആ ചെയ്തു. മകന് വേണ്ടി ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഉണ്ടാകുന്ന കാര്യം 1 വർഷത്തിന് ശേഷം. 1 വർഷത്തിന് ശേഷം ഈ പിതാവ് തന്റെ മകനെയും കൂട്ടി ഉംറയ്ക്ക് വരികയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഈ പോലീസുകാരനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാരനോട് പറഞ്ഞു, ഈ മകനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ മകൻ വന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവ് ഏതൊരു മകന് വേണ്ടിയിട്ടാണോ എതിരെ പ്രാർത്ഥിക്കുന്നത് കണ്ട് നിങ്ങൾ നിർദ്ദേശിച്ച് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്, ആ മകനാണ് ഞാൻ. ഏത് സമയത്താണോ എന്റെ പിതാവ് ആ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അതേ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹം പറയണം, അതേ സമയത്ത് ഞാനിങ്ങനെ നിസ്കാരമില്ല, അതുപോലെ പല ഹറാമുകളിൽ ലഹരിയല്ല, ഉപയോഗിക്കാത്ത ലഹരികളില്ല, അങ്ങനെയുള്ള ജീവിതമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ഹിദായത്തിന്റെ തോന്നൽ ഉണ്ടാക്കി തരികയാണ്. ഞാൻ ഉടനെ തന്നെ വുളു എടുത്ത് നിസ്കരിക്കാൻ ആരംഭിച്ചു. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പടിപടിയായി എനിക്ക് ഹിദായത്ത് തിരിച്ചു തന്നു. ഞാൻ നല്ല ജീവിതം നയിക്കാൻ തുടങ്ങിയെന്നാണ്. നോക്കണം സഹോദരങ്ങൾ, ഒരു ഉപ്പ പ്രാർത്ഥിച്ച സമയത്ത് ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അതാണ് പെട്ടെന്ന് തന്നെ അതേ സമയം തന്നെ, അതാണ് പ്രധാനം, അതേ സമയത്ത് തന്നെ അവൻ ഹിദായത്ത് തിരിച്ചു നൽകുകയാണ്. അപ്പൊ മക്കളെങ്ങനെ വളരെ എന്റെ മക്കള് കേൾക്കുന്നില്ല, അത്ര വലുതാകട്ടെ. ചില മാതാപിതാക്കൾ പറയല്ല അവരുടെ കയ്യിൽ നിന്ന് പോയി, എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞ ഉപദേശിച്ച കേൾക്കൂല. ഇല്ല, കയ്യിൽ നിന്ന് പോയിട്ടില്ല. ദുആ എന്ന് പറയുന്ന കാര്യം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് ഉത്തരം നൽകുക എന്നുള്ളത് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നാം പറഞ്ഞതുപോലെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. മക്കൾ ജനിച്ച ഉടനെ പ്രാർത്ഥിക്കണം. മക്കൾ നമ്മുടെ കയ്യിലുള്ള സമയത്തെല്ലാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അവർക്കെതിരെയും പ്രാർത്ഥിക്കാൻ പാടില്ല. ചില ഹദീസിൽ കാണാം, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ കുട്ടികൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളായിരിക്കും ആരെങ്കിലൊക്കെ എതിരെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില ആളുകളുടെ മാനസിക നില അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ നശിച്ചു പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചാളെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ നശിച്ചു പോകണം എന്നൊക്കെ പ്രാർത്ഥിച്ചാളെ. അല്ലെങ്കിൽ അവന്റെ സ്വന്തം സമ്പത്തിനെതിരെയൊക്കെ പ്രാർത്ഥിക്കും, മക്കൾക്കെതിരെയൊക്കെ പ്രാർത്ഥിക്കും. നീ നശിച്ചു തൊലഞ്ഞു പോകും, ഈ രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ രൂപത്തിൽ സഹോദരങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ്. അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തുവാഫിഖു മിനല്ലാഹി സഅഅതൻ യുസ്അലു ഫീഹാ അതാ ഫയസ്തജീബ ലക്കും. കാരണം നിങ്ങളെ ചോദിക്കുന്ന സമയത്ത് ഒരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹു ഉത്തരം നൽകുന്ന സമയത്തിനോട് യോജിച്ചു വന്നാൽ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ഇപ്പൊ എതിരെ പ്രാർത്ഥിച്ച കാര്യം അങ്ങനെ തന്നെ ഉത്തരം ചെയ്യപ്പെടും. ചിലപ്പോ ഒരു മാതാവിന്റെ പിതാവിന്റെ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ അവരുടെ അറിയാതെ വന്ന വാക്കിന്റെ
ആ ദുആയുടെ ഉത്തരമായിരിക്കും ഒരു മകൻ ജീവിതകാലം നശിച്ച് കാണേണ്ടി വരും, അല്ലെ? തിരിച്ചു കരകയറാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നാവ് വളരെയധികം ശ്രദ്ധിക്കുക. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഈ അവിവേകത്തെ കുറിച്ച് പറയുന്നുണ്ട്. വയദുൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഷർറിന് വേണ്ടി ദുആ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. വകാനൽ ഇൻസാനു അജൂല. മനുഷ്യൻ ധൃതി കാണിക്കുന്നവനാണ്, അല്ല എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷമ ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ പ്രാർത്ഥനയൊക്കെ വരുന്നത്, എതിരെ പ്രാർത്ഥിക്കുന്നത്. നീ നശിച്ചു, നീ ഒരിക്കലും ഗുണം പിടിക്കൂല, നീ അങ്ങനെ തന്നെ ആയിപ്പോ, ഇങ്ങനെ തന്നെ ആയിപ്പോ. നിസ്സാരമായ കാര്യമായിരിക്കും ചിലപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ. അതിനെതിരെ മകനെതിരെ പ്രാർത്ഥിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് വളരെയധികം മനസ്സിലാക്കുക. മഹാന അല്ലാമ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട്, വഹാദാ മിൻ ജഹലിൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ അവിവേകത്തിന്റെ കാരണമാണിത്. വഅജ്ലതിഹി, അവന്റെ ധൃതിയും, ഹൈസു യദ്ഉ അലാ നഫ്സിഹി വഔലാദിഹി വമാലിഹി ബിശ്ശർ ഇൻദൽ ഗളബ്, അത് കോപമുണ്ടാകുന്ന സമയത്ത് സ്വന്തത്തിനും കുടുംബത്തിനും അതുപോലെ സമ്പത്തിനൊക്കെതിരെ അവൻ പ്രാർത്ഥിക്കും. വയുബാദിറു ബിദാലിക ദുആ കമാ യുബാദിറു ബിദ്ദുആ ഫിൽ ഖൈർ, ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ തന്നെ അവൻ തിരക്ക് കൂട്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അത് വളരെ ഗൗരവമുള്ള കാര്യം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരിക്കലും അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താണ് ലാഭം നമുക്കുള്ളത്? ഒരാൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? അയാൾ നശിച്ചിട്ട് ആ നാടിനുള്ള നാശം കൂടാനോ വീട്ടിലുള്ള നാശം കൂടാനോ? ആലോചിച്ച് മനുഷ്യൻ എത്രമാത്രം അവിവേകിയാണ്. ഒരാൾ നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് ഖൈറാണ് അവന് സ്വന്തമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്? നാട്ടിലെന്താണ്, വീട്ടിലെന്താണ് ഉണ്ടാക്കുന്നത്? ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നന്നായ സംഭവങ്ങൾ എത്രയോ ഉണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംഭവമൊക്കെ അങ്ങനെയാണ്. അല്ലെ, ഉമ്മ ഇസ്ലാം സ്വീകരിക്കാത്ത സമയത്ത് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹിദായത്തിന് വേണ്ടിയുള്ള ദുആ ഒരു കാഫിറിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. കാഫിറിന് വേണ്ടി ഇസ്തിഗ്ഫാറാണ് തേടാൻ പാടില്ലാത്തത്. അതുകൊണ്ട് ഹിദായത്തിന് ചെയ്യാം. മാതാപിതാക്കള് കാഫിറായിക്കൊള്ളുന്നില്ല, ചിലപ്പോ എന്തായിരിക്കും, ബിദഅത്തുകാരുടെ കൂട്ടത്തിൽപ്പെട്ട് എല്ലാ ബിദഅത്തുകളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. നിസ്കരിക്കാത്ത ഉപ്പുള്ള ആൾക്കാരുണ്ടാവും, നിസ്കരിക്കാത്ത ഉമ്മുള്ള ആൾക്കാരുണ്ടാവും, പല രൂപത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുള്ള മാതാപിതാക്കളുള്ള ആൾക്കാരുണ്ടാകും. മാതാപിതാക്കൾ കൊണ്ട് ദുആ ചെയ്യും. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യണം. തിരിച്ചു മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മാർക്കു വേണ്ടി, സഹോദരങ്ങളെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് റക്കീസത്തുർ റാബിഅ അത്തഹ്സീനു ബിൽ അസ്കാർ. മക്കളെ ദിക്ർ കൊണ്ട് നീ സംരക്ഷിക്കുക. ദിക്റാകുന്ന കോട്ട കൊണ്ട് മക്കൾക്ക് സംരക്ഷണ കവചമേകുക. ഇതാണ് തഹ്സീനു ബിൽ അസ്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിക്ർ എപ്പോഴും പ്രാധാന്യമാണ്. ചെറിയ മക്കൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലണം. ഈ ദിക്റും സഹോദരങ്ങളെ എവിടെയാണ് ആരംഭിക്കുന്നത് അറിയുമോ? അത് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദിക്റുണ്ട്. ഒരാൾക്ക് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മക്കൾക്ക് പൈശാചിക ഷർറുകൾ ഏൽക്കാതിരിക്കാനുള്ള ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്ന അഹദഹും, നിങ്ങളിൽ ഒരാൾ, ഇദാ അറാദ അൻ യഅതി അഹ്ലഹു, നിന്റെ ഭാര്യയുമായി വേഴ്ച നടത്താൻ ഉദ്ദേശിച്ചാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചാൽ, ഖാൽ, അവൻ പറയുന്നു ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, അല്ലാഹു ഞങ്ങളിൽ നിന്നും പിശാചിനെ അകറ്റണമേ, വജന്നിബി ശൈത്താന മാ റസഖ്തന, ഞങ്ങൾക്ക് നൽകുന്ന ഈ സന്താനത്തിൽ നിന്നും പിശാചിനെ നീ അകറ്റണമേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക്, ആ ഒരു ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു കുട്ടിയെ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ലം യദുർറഹു ശൈത്താനുൻ അബദാ, ഒരിക്കലും പിശാചിന്റെ ശർറ് അവൻ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാൻ. അപ്പൊ ഇതൊക്കെ പല ആളുകൾക്കും അറിയില്ല, ഇതൊന്നും അറിയില്ല. വിവാഹം കഴിക്കുന്നു, അതിന് മര്യാദകൾ പഠിക്കാറൊന്നുമില്ല. വിവാഹം അത് പൊലിവാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാം. ഇത്തരം വലിയ ദിക്റുകളെ കുറിച്ചിട്ടോ ദുആകളെ കുറിച്ചിട്ടോ പലപ്പോഴും അറിയില്ല. ആദ്യമായി ഭാര്യയെ കാണുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്, ദിക്റുകൾ എന്താണ്, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സഹോദരങ്ങളെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആരംഭിച്ചത് അത് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഇനി ഹദീസിൽ കാണാം, ഇനി കുട്ടികൾ ഉണ്ടായി, ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കുട്ടികൾക്ക് ദിക്റും ദുആയും സ്വന്തമായി ചെയ്യാൻ അറിയില്ല. ആ സമയത്ത് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ മന്ത്രിച്ചു കൊടുക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും അതുപോലെ അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരമക്കളായ ഹസനും ഹുസൈനിനും വേണ്ടി മന്ത്രിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. എന്താണ് രക്ഷ തേടാറുള്ളത്? അവർ രണ്ടുപേരെ നിർത്തിയിട്ട് പറയും, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഉഈദുകുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനിത് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട്. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, എല്ലാ പിശാചിൽ നിന്നും ഉപദ്രവകാരികളായ വിഷജന്തുക്കളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, കണ്ണേറിൽ നിന്നും. ഇതാ
ഞാനിത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. അല്ലെ, മക്കൾക്ക് ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ, പൈശാചിക ഷർറുകൾ ഇല്ലാതിരിക്കാൻ, കണ്ണേറുകൾ ഏൽക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്, കാന അബൂക്കും യുഅവ്വിദു ബിഹിമാ ഇസ്മാഈല വ ഇസ്ഹാഖ്. നിങ്ങളുടെ പിതാവായ, ആരാണ് പിതാവ്? ഇസ്മായിലിനെയും ഇസ്ഹാഖിനും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പൂർവ്വ പിതാവാണ്, മക്കളായ ഇസ്മായിൽ ഇസ്ഹാഖിന്. അപ്പോൾ വളരെ പാരമ്പര്യമുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതലേ ഉള്ള ദുആയാണിതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു കാര്യം എല്ലാ അമ്പിയാക്കളും ചെയ്തു പോരുന്ന കാര്യമാണെങ്കിൽ അത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായിരിക്കും. അല്ല, തൗഹീദ് അങ്ങനെയാണ്, നിസ്കാരം അങ്ങനെയാണ്, ഇതൊക്കെ എല്ലാ അമ്പിയാക്കളും ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാ അമ്പിയാക്കളുടെ ശറഇലുമുള്ള ഒരു കാര്യമാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമായിരിക്കും. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രാർത്ഥന അത്ര പ്രാധാന്യമുള്ള കാര്യം എല്ലാ ശരീഅത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഈ പറയുന്ന പൈശാചിക ഷർറിൽ നിന്നാകട്ടെ, മറ്റു ഉപദ്രവങ്ങളിൽ നിന്നാകട്ടെ, വിഷജന്തുക്കളിൽ നിന്നാകട്ടെ മക്കൾക്ക് ഷർറ് ഏൽക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നീട് കുട്ടികൾക്ക് പ്രായമെത്തി അവർക്ക് ചൊല്ലാനൊക്കെ സാധിക്കുന്ന സമയത്ത് അവർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മകനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് പറയണം? ബിസ്മില്ല, അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കണം. അല്ല, പിശാച് അപ്പോൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല എന്നാണ്. പിശാച് അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്നാണ്, ഭക്ഷണത്തിന് ബർക്കത്തില്ലാതായി പോകും. അങ്ങനെ ഓരോ കാര്യത്തിൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല, വാതിലടക്കുമ്പോൾ ബിസ്മില്ല, ഓരോ കാര്യങ്ങൾ വസ്ത്രം വഹിക്കുമ്പോൾ ബിസ്മില്ല, ഓരോ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ കുട്ടിക്ക് ഇങ്ങനെ അതിനിപ്പോ നിസ്കാരത്തിലെ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, ഇതൊക്കെ പ്രായമാകുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ദിക്റുകളാണ്. ഇതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടിക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലെ പോയമും അതും ഇതൊക്കെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. കുട്ടിക്ക് അറിയാത്തൊന്നും ഉണ്ടാവില്ല, അല്ലെ? ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടി നല്ല ഇംഗ്ലീഷ് പറയുന്നുണ്ട്, നല്ല തന്നെയാണ്, യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ദിക്ർ അറിയില്ല, ഫാത്തിഹ അറിയില്ല, പിന്നെ എന്ത് കാര്യമാണത്? ചെറിയ പ്രായത്തിൽ ഇതൊന്നും അറിയില്ല. നല്ല കുട്ടികൾ നല്ല ഇംഗ്ലീഷ് നല്ല ഉഷാറാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, എന്ത് കാര്യമാണുള്ളത്? ഇതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങൾ ആവശ്യങ്ങളുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആദ്യം ദീനിന്റെ കാര്യങ്ങൾ സഹോദരങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അതിൽപ്പെട്ടതാണ് അസ്കാറുകൾ. അല്ലാതെ ബുദ്ധിയുള്ള ആളുകൾ ലക്ഷണം അവർ അസ്കാറുകൾ ചൊല്ലും. കാരണം ശത്രുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന, നമ്മൾ കാണാത്തൊരു ശത്രു നമുക്കുണ്ട്. കാണുന്ന ശത്രു ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത്, നമുക്ക് കാണാത്ത, നമുക്കെതിരെ എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്. അവനെതിരെയുള്ള ആയുധം എന്ന് പറയുന്നത് അത് ദിക്റുകളാണ്. പിശാചിനെതിരെയുള്ള ആയുധങ്ങൾ ദിക്റുകളാണ്. അത് നമ്മൾ ചെല്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ പടച്ചട്ട ഇല്ലാതെ ശത്രുക്കളുടെ കോട്ടയിലേക്ക് പോകുന്നത് പോലെ നമുക്ക് പരിക്കുകളേൽക്കും. അത് നമ്മൾ ഏൽക്കുന്ന പരിക്ക് നമ്മുടെ ദീനിനാണ്, നമ്മുടെ കൽബിനാണ് ഏൽക്കുക. നമ്മുടെ ശരീരത്തിനും ഏൽക്കുന്ന പരിക്കുകളുണ്ട്. അതുകൊണ്ട് ദിക്റുകൾ രാവിലെയും വൈകുന്നേരം നമ്മൾ ചൊല്ലുക. കുട്ടികൾക്ക് ഇതുപോലെയുള്ള ചൊല്ലാൻ അറിയാത്ത ആളുകൾക്ക് ഈ രൂപത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുക. ചൊല്ലാൻ പറ്റുന്ന പ്രായം ആകുന്ന സമയത്ത് ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക. പടിപടിയായിട്ട് എല്ലാ ദിക്റുകളും ഒറ്റയടിക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ചെറുത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, റക്കീസത്തുൽ ഖാമിസ ഇഖ്തിയാറു അൽ അസ്മാഇ ത്വയ്യിബ. കുട്ടികൾക്ക് നല്ല പേര് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാൻ കാരണം. പണ്ഡിതന്മാർ പറയാറുണ്ട്, കുട്ടികളുടെ പേരിന് അതിന് അവരുടെ നാമത്തിനോട് സ്വാധീനം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. ഒരാൾക്ക് നല്ലൊരു പേര് വെച്ചു കൊടുത്താൽ നല്ലവനാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ഒരു പൊതു നിയമമല്ല, പക്ഷെ സാധ്യതയുണ്ട്. ഒരു മോശപ്പെട്ട ഒരു പേരാണ് അവനുള്ളതെങ്കിൽ ഏകദേശം അവന്റെ അഖീദയും അല്ലെങ്കിൽ അവന്റെ സ്വഭാവമൊക്കെ അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ല പേരുകൾ വെച്ചു കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല പേരായി പഠിപ്പിച്ചത് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെയുള്ള പേരാണ്. അതുപോലെ മുഹമ്മദ്, സ്വാലിഹ്, അമ്പിയാക്കളുടെ പേരുണ്ട്, സ്വഹാബികളുടെ, താബിഈങ്ങളുടെ, അയിമ്മത്തുകളെ, നല്ല നല്ല ആളുകളുടെ പേരുകൾ, അതായത് അമ്പിയാക്കളുടെയോ സ്വാലിഹീങ്ങളുടെ ഒക്കെ നല്ല നല്ല ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പേരിട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്തെങ്കിലുമൊക്കെ അത് അർത്ഥമൊന്നും അറിയണ്ടാവില്ല. ചോദിക്കപ്പെട്ട ഉസ്താദിന് ബുദ്ധിമുട്ടാണ്. കാരണം മലയാളം, അറബിയൊന്നും ആയിരിക്കൂല, ഏതെങ്കിലും ഫാർസിയോ ഏതെങ്കിലുമൊക്കെ പേരുകളൊക്കെ എങ്ങനെയൊക്കെ രണ്ടക്ഷരങ്ങളൊക്കെ കൂട്ടി ഒരു സ്റ്റൈലിഷ് നെയിം ഉണ്ടാക്കുക. അത് നാട്ടിൽ ആർക്കും ഇല്ലാത്തൊരു പേരിടുക. ഇതൊക്കെയാണ് പലരുടെയും ചിന്ത. യഥാർത്ഥത്തിൽ നാട്ടിൽ ആർക്കും ഇല്ലാത്ത പേരിടുക എന്നുള്ളത് അത് ഈ ഒരു നിയമത്തിനെതിരാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. നാട്ടിൽ പൊതുവെ പ്രചാരത്തിലുള്ള പേരാണ് വേണ്ടത്. ആരും കേൾക്കാത്തൊരു പേരിടണം. ഇതൊക്കെയാണ് പലരുടെയും ചിന്ത. അത് പിന്നീട് അജമികൾ കൊണ്ടുവന്ന രീതിയാണ്. അറബികൾക്ക് അങ്ങനെയല്ല. ഒരു നാട്ടിൽ തന്നെ അബ്ദുള്ള 150 ഉണ്ടാവും, അബ്ദുൽ അസീസ്, അബ്ദുറഹ്മാനൊക്കെ അത്രയും ഉണ്ടാവും. നല്ല പേരിടുക. മറ്റവന്റെ വീട്ടിലുണ്ട്, ഇന്നാളെ വീട്ടിലുണ്ട്, ഒരു കാര്യമില്ല. നല്ല പേരുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുള്ള, അതുപോലെ അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഇങ്ങനെ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോനെ നിന്റെ പേര് അബ്ദുള്ള എന്നാണ്, നീ അള്ളാഹുവിന്റെ അടിമയാണ്,
അള്ളാഹുവിന്റേതല്ലാത്ത ഒരാളുടെ മുന്നിൽ നീ തലവനിക്കേണ്ടവനല്ല. നീ അള്ളാഹുവിന്റെ അടിമയാണ്. നീ അള്ളാഹുവിന്റെ അടിമയായിട്ട് എങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഈ അടിമ വില ചെയ്യാൻ സാധിക്കും? അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, സഹായം തേടുക, എങ്ങനെയാണ് നിനക്ക് സാധിക്കുന്നത്? നീ റബ്ബിന്റെ അടിമയാണ്. അത് നിന്റെ പേര് മകൻ മുഹമ്മദ് എന്നാണ് നിന്റെ പേര്. മോനെ നിന്റെ നബിയുടെ പേരാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അഷ്റഫുൽ ഖൽക്കിന്റെ പേരാണ്, നമ്മുടെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേരും വെച്ച് നീ മോശപ്പെട്ട സ്വഭാവം ഉണ്ടാകും. അവിടുന്ന് കളവ് പറയുമായിരുന്നില്ല, അവിടുന്ന് മോശം സംസാരിക്കുമായിരുന്നില്ല, അവിടുത്തെ നാവുകളിലൂടെ നല്ലതല്ലാതെ പുറത്തു വരുന്നില്ല. നീ നല്ല മുഹമ്മദ് എന്നുള്ള പേരുള്ള മകൻ, മോനെ നീ നല്ല മോനായിരിക്കണം. നിന്റെ പേര് ഇബ്രാഹിം എന്നാണ്, നിന്റെ പേര് ഇസ്മായിൽ എന്നാണ്, നിന്റെ പേര് ഇസ്ഹാഖ് എന്നാണ്, നിന്റെ പേര് യാക്കൂബ് എന്നാണ്. നീ അമ്പിയാക്കളുടെ പേരാണ്. അമ്പിയാക്കളുടെ സ്വഭാവം നിനക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അതെപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. നീ ആലോചിച്ച് നോക്കുക, ചില ആളുകൾ ചില ഫുട്ബോൾ പ്ലെയറുടെ പേരൊക്കെ ഇടുന്നത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി അയാളുടെ മകനിട്ട പേര് മെസ്സി എന്ന, എനിക്ക് അറിയുന്ന ഒരാളാണ്, മെസ്സി എന്നാണ് മകൻ. അയാൾക്ക് ഈ പ്ലെയറുള്ള ഒരു കാഫറിന്റെ പേരാണ് ഇട്ട് കൊടുത്തത്. ചിന്തിച്ചു നോക്കിയിട്ട് അയാളുടെ വിവരക്കേട് എത്ര മാത്രമാണ്. ഒരു കാഫറിന്റെ പേര് എങ്ങനെയാണ് അയാൾ അങ്ങനെ മനുഷ്യന്റെ ബുദ്ധിയില്ലാതായിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ആളുകളുടെ പേര്, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത പേരുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇവന് ഇഷ്ടപ്പെട്ട സ്പോർട്സ്മാനോ ആർട്ടിസ്റ്റോ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പേരുകൾ. കാരണം അതിനോടാണ് ഇവന് ഭ്രമം. ഈ കുട്ടി സ്വാഭാവികമായും ഈ പേരുള്ള വ്യക്തി ആലോചിച്ച് നോക്കുക, ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുക, എല്ലാവരും പിന്നെ നല്ല ഫുട്ബോൾ കളിക്കാരനാകും, അതായിരിക്കും അവനുണ്ടാകാൻ പോകുന്നത്. അത് നല്ലൊരു പേരിട്ട് കൊടുത്താൽ അതിനോട് സാദൃശ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പേരുകൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളുടെ നല്ല രീതിയിൽ വളർത്തുന്നതിന് സ്വാധീനിക്കുന്ന ഒരു പോയിന്റ് ആയിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മോശപ്പെട്ട പേരുകൾ അവരുടെ തർബീയത്തിലും സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി കുനിയത്ത് ശീലമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുനിയത്തൊക്കെ വിളിക്കാമെന്നാണ്. ചെറിയ കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്തൊക്കെ വിളിച്ചത് കാണാൻ സാധിക്കും. യാ അബ ഉമൈർ, ചെറിയ കുട്ടിയെ വിളിച്ചാണ് അബു ഉമൈർ എന്നുള്ളത്. അപ്പൊ അത് പറയാൻ കാരണം പണ്ഡിതന്മാർ പറയാം, നല്ല ഇങ്ങനെയുള്ള വിളിപ്പേരുകൾ ഇല്ലെങ്കിൽ ആളുകൾ എന്തെന്ന് പറയും, എന്തെങ്കിലും മോശപ്പെട്ട പേര് കിട്ടിക്കും. അങ്ങനെ മോശപ്പെട്ട പേര് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാല പേര് ഉണ്ട്. അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ നല്ല പേരുകൾ, വിളിപ്പേരുകൾ വരുത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. അല്ല ആളുകൾ എന്ത് ചെയ്യും, 2 അബ്ദുള്ള ഉണ്ടെങ്കിൽ ഇവനെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് മോശപ്പെട്ട എന്തെങ്കിലുമൊക്കെ ലക്കബിലൂടെ ആയിരിക്കും ഈ അബ്ദുള്ള അറിയപ്പെടുക. അല്ലെ, അവന് ഇന്ന നീളം കൂടിയതോ നീളം കുറഞ്ഞതോ തടിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിട്ടാളെ. അപ്പൊ അതിനൊക്കെ കുനിയത്തിട്ട് കൊടുക്കുക, മനസ്സിലാവണമെങ്കിൽ ഒരേപോലത്തെ പേരുകൾ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള നല്ല ലക്കബുകൾ ആളുകൾ മോശം വെക്കുന്നതിന് മുമ്പേ കൊണ്ടുവരിക എന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 6ാമത്തെ പോയിന്റ്, റക്കീസത്തു സാദിസ അൽ അദ്ലു ബൈന അൽ അബ്ന. കുട്ടികൾക്കിടയിൽ എന്ത് ചെയ്യണം? നീതിയോടുകൂടി വർത്തിക്കണം എന്നുള്ളതാണ്. കുട്ടികൾ നന്നാവാൻ വളരെയധികം സഹായകമാകുന്ന ഒരു കാര്യമാണത്. ഒരു കുട്ടിയോട് മാത്രം, നമുക്ക് 3 കുട്ടികളുണ്ട്, ഒരു കുട്ടിയോട് നല്ല സ്നേഹം കാണിക്കുന്നു, മറ്റു 2 കുട്ടികളെ പരിഗണിക്കുന്നില്ല. 2 കുട്ടിയോട് നല്ല സ്നേഹം കാണിക്കുന്നു, ഒരു കുട്ടിയോട് തീരെ പരിഗണിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാലോ, ചെറിയ കുട്ടികളും വിചാരിക്കരുത് ചെറിയ കുട്ടി അതൊന്നും ചിന്തിക്കൂല. ചെറിയ കുട്ടി അവനൊരു കാര്യം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അവൻ ചിന്തിക്കും. ഈ മാതാപിതാക്കളോട് അവനൊരു ഉള്ളിലൊരു വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാകും. ഇതിന്റെ ഫലം എന്തായിരിക്കും? നമ്മൾ പറയുന്നത് കേൾക്കൂല, നമ്മളെ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കും, നമ്മുടെ വെറുപ്പുണ്ടാകും ചെറിയ മനസ്സിൽ. കാരണം എനിക്കും തരുന്നില്ല, മറ്റേ കൊടുക്കുന്നുണ്ട്, അവനെ രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നില്ല. ഈ രൂപത്തിലുണ്ടായാൽ സഹോദരങ്ങളെ, അത് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനൊക്കെ ഒരു തടസ്സമായി അത് തീരും. അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മഹാനായ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് ഹദീസുകളൊക്കെ റിവായത്ത് സഹാബിയാണ്. സഹീഹ് ബുഖാരിയിൽ കാണാം. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയായ നുഅ്മാന്റെ ഉപ്പയായ ബഷീർ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും സഹാബിയാണ് റളിയല്ലാഹു അൻഹുമ, മകനായ നുഅ്മാനിനൊരു ഭൂമി നൽകി, ദാനമായിട്ടൊരു ഭൂമി നൽകി, കുറച്ച് ഭൂമി നൽകി. അത് നൽകിയപ്പോ ഉമ്മ പറഞ്ഞു ഉപ്പയോട്, താങ്കൾ ഇങ്ങനെ നുഅ്മാന് നൽകിയത് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ടൊന്ന് പറയും, ഇങ്ങനെ ഒരു മകനെ നൽകിയിട്ടുള്ളൂ, അപ്പൊ ഇത് ഒന്ന് നബിയോടൊന്ന് സാക്ഷ്യം വഹിക്കാൻ പറയണം, ഒന്ന് പോയി പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാനിതാ നുഅ്മാൻ ഇങ്ങനെ ഒരു ഭൂമി നൽകിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഒരു പറമ്പ് നൽകിയിട്ടുണ്ട്, അഭിപ്രായം അറിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, എല്ലാ കുട്ടികൾക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ് വഅദിലു ബൈന ഔലാദിക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കണം, മക്കൾക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കണം എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅശ്ഹദ് അലാ ഹാദാ ഗൈരി, വേറെ ആരെയും കൊണ്ടെങ്കിലും സാക്ഷ്യം വഹിച്ചോ. അതായത് ഞാൻ സാക്ഷ്യം വഹിക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അങ്ങനെ പല റിവായത്തിലും കാണുന്നുണ്ട്. അയസുറുക അൻ യകൂനു ഇലൈക ഫിൽ ബർരി സവാ ഫിൽ ബിർരി സവാ, അയസുറുക അൻ യകൂനു ഇലൈക ഫിൽ ബിർരി സവാ, ഇവരെല്ലാവരും നിന്നോട് ഒരേപോലെ നല്ല നിലക്ക് വർത്തിക്കണം നീ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു അതെ. എങ്കിൽ ഫല ഇതൻ, അങ്ങനെ ഒരാൾക്ക് മാത്രം അങ്ങനെ കൊടുക്കരുത്. കാരണം ബാക്കിയുള്ളവർ ചിലപ്പോൾ എന്ത് ചെയ്യും, എതിരെ അസൂയ ഉണ്ടാകും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലുമൊക്കെ മോശം സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാം, നമ്മൾ അങ്ങനെ ദാനം കൊടുക്കുന്ന സമയത്ത് ഒരുപോലെ കൊടുക്കണം. ഇവിടെ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ സമ്മാനങ്ങളാണെങ്കിൽ അതിന് ഒരേപോലെ തന്നെ ഒരേ എമൗണ്ട് ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്നാൽ വലിയ വലിയ
വീതം വെക്കലാണ് എങ്കിൽ, വലിയ വലിയ ഭാഗം വെക്കലാണ് എങ്കിൽ അതിൽ നമ്മളെ മീറാത്തിന്റെ നിയമം പാലിക്കണം, അനന്തര സ്വത്തിന്റെ നിയമം തന്നെ പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് വലിയ 1 ഏക്കർ സ്ഥലമുണ്ട്, ഒരാണും ഒരു പെണ്ണും ഉള്ളെങ്കിൽ രണ്ടാക്കും 1.5 ഏക്കർ വെച്ച് കൊടുത്താൽ പോരാ. മറിച്ച് പെണ്ണിനേക്കാൾ ഇരട്ടി ആണിന് കിട്ടണം, പെണ്ണിനേക്കാൾ ഇരട്ടി ആണ് കിട്ടണം. മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സംഭവം? അതിന്റെ റിസൾട്ട് എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇവനാണ് ഇരട്ടി കിട്ടേണ്ടിയിരുന്നത്, അത് ഇയാൾ ജീവിതത്തിൽ തന്നെ പകുതി കൊടുത്താൽ ശരിയാവില്ല. എന്നാൽ ചെറിയൊരു പെരുന്നാളിന് സമ്മാനം കൊടുക്കുകയാണ്, ഓരോരുത്തർക്ക് 100 രൂപ വെച്ച് കൊടുക്കുകയാണ്, അല്ലെ 10 റിയാൽ വെച്ച് കൊടുക്കുകയാണ്, അത് ഒരേപോലെ കൊടുക്കാവുന്നതാണ്. കാരണം ചെറിയ നിസ്സാരമായ സമ്മാനമാണ്, കുഴപ്പമില്ല. എന്നാൽ വലിയ വലിയ സ്വത്തൊക്കെ ഭാഗിക്കുകയാണ് എങ്കിൽ അത് അനന്തര സ്വത്തിന്റെ നിയമത്തിലെ ഭാഗിക്കാവൂ, അല്ലെ? അങ്ങനെ ചെയ്യാവൂ. ഒരേപോലെ എന്നുള്ളതല്ല നീതി. നീതി എന്ന് പറയുന്നത് എന്താണ്? ദീനോട് യോജിക്കുക എന്നുള്ളതാണ്, അതാണ് നീതി. അല്ലാണ്ട് തുല്യത എന്നുള്ളതല്ല എപ്പോഴും നീതി. ചില സമയത്ത് തുല്യത നീതിയാവുകയില്ല. തുല്യത വേറെയാണ്, നീതി വേറെയാണ്. നീതിയോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 7ാമത്തെ കാര്യം അർ-റഖീസത്തു സാബിഅ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അർ-റിഫ്ഖു വർ-റഹ്മ, കുട്ടികളോട് അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി മയത്തോടുകൂടി നമ്മൾ വർത്തിക്കണം എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ നന്നാവാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. ദീനിന്റെ പൊതു നയമാണ്. ഹദീസിൽ കാണാം, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹ വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹ. ഏത് കാര്യത്തിലാകട്ടെ, ദീനിന്റെ ഏത് കാര്യത്തിലാകട്ടെ, ദുനിയാവിലും ആകട്ടെ, അതിൽ റിസ്ക് ഉണ്ടെങ്കിൽ, നൈർമല്യമുണ്ടെങ്കിൽ, വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇല്ലാ ജാൻ, അത് ഭംഗിയാക്കും. വളരെ ഭംഗിയിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കും, വളരെ ഭംഗിയിൽ അതിനൊരു ഹാപ്പി എൻഡിങ് ഉണ്ടാവും, നന്നായിട്ട് അത് എൻഡ് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നടത്താൻ പറ്റും. എന്നാൽ വല യുൻസഉ മിൻ ഷൈഇൻ, ഒരു കാര്യത്തിൽ അങ്ങനെ നൈർമല്യമില്ല, വളരെ പരിശായിട്ടാണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്, പെരുമാറുന്നത്. ഇല്ലാ ഷാൻ, അതിനെ വഷളാക്കി മോശമാക്കാതിരിക്കുകയില്ല. അത് അനുഭവമുള്ള കാര്യമായിരിക്കുമല്ലോ. 2 ആള് തമ്മിലൊരു പ്രശ്നമുണ്ട്, മൂന്നാമതായിട്ട് നല്ല രീതിയിൽ പോയി പറഞ്ഞ് പെരുമാറിയാൽ ചിലപ്പോൾ 2 ആൾക്കിടയിൽ നല്ല രീതിയിൽ സുൽഹാവും. എന്നാൽ മൂന്നാമത് പോകുന്നവനും അവിടെ ഫുൾ പ്രശ്നമാണ്, ഏതൊക്കെ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് അടിയായാലും എല്ലാം കൂടി 3 വൈക്കാവും. നമുക്ക് സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഏതൊരാൾ ഇങ്ങോട്ട് മോശമായി പെരുമാറി നമ്മളൊന്ന് ക്ഷമിച്ച് ഒന്ന് രീതിയിൽ പറഞ്ഞാൽ വളരെ മനോഹരമായി ചിലപ്പോൾ അത് പിരിയും. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിന്റെ ഇരട്ടി അങ്ങോട്ടൊക്കെ പറയാനൊക്കെ നിന്നാൽ വളരെയധികം അത് എന്ത് ചെയ്യും സഹോദരങ്ങളെ, അത് മോശമായി തീരും. അത് പൊതുതത്വമാണ്. അതേ കാര്യം തന്നെ ചെറിയ കുട്ടികളോട് അവരുടെ ഇളം പ്രായത്തിൽ തന്നെ അവരോട് നമ്മൾ നല്ല രീതിയിൽ ഇരിഫോടുകൂടി പെരുമാറേണ്ടതുണ്ട്. അവർ ചിലപ്പോൾ കുസൃതി കൂടുതലായിരിക്കും, അവർ ചിലപ്പോൾ പറഞ്ഞ കേൾക്കാത്തവരായിരിക്കും, ഇതൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പരുഷമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. ചില ആളുകൾ സ്വയം നിയന്ത്രണം മറന്നിട്ടൊക്കെയാണ് കുട്ടികളോട് പെരുമാറുന്നത്. കാരണം അവന്റെ നിയന്ത്രണം തന്നെ പോയി. ചെറിയ കുട്ടിയോടാണ് ഈ പെരുമാറിയത് എന്നുള്ളത് കുറച്ചൊന്ന് മാറി ചിന്തിച്ചാൽ അവൻ നാണിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ചെറിയ കുട്ടിയാണ് ഇങ്ങനെ ചെയ്തത്, അടിച്ച് അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് സഹോദരങ്ങൾ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. മതിലിന് ചേർത്ത് അടിക്കുക, അങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക അല്ലെ, ആ രൂപത്തിൽ വളരെ മോശപ്പെട്ട വലിയ ആൾക്കാരോട് പറയുന്ന പോലെയുള്ള വാക്കുകളൊക്കെ, ചീത്ത വാക്കുകളൊക്കെ കുട്ടികളോട് പറയുക. ഈ രൂപത്തിൽ കുട്ടികളെ നമ്മൾ പരിപാലിച്ചാൽ സഹോദരങ്ങളെ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുട്ടികൾ വളരെ മോശമായി. ഇപ്പൊ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് പറയാറുണ്ട്, ഇത് റിഫ്കിന്റെ കാലഘട്ടമാണ്. കാരണം ആളുകൾ അങ്ങേയറ്റം ജഹലിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാവരോടും പരമാവധി റിഫ്ക് കാണിക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഗൗരവത്തിൽ ഈ രൂപത്തിലൊക്കെ ആയാൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പല രൂപത്തിൽ അലങ്കാരവും പല രൂപത്തിൽ നല്ല സ്വഭാവവും ഒക്കെ കാണിച്ചിട്ട് റാഞ്ചി കൊണ്ടുപോകാനുള്ള ലഹരി മാഫിയകളും മറ്റുമൊക്കെ ചുറ്റും ധാരാളമുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, വീട്ടിൽ വരുന്ന ഒരു മകൻ, ഒരു 10-15 വയസ്സുള്ള മകൻ, ഉപ്പ എന്നും ഭയങ്കര ദേഷ്യമായിരിക്കും, ചിലപ്പം വളരെ വികൃതിയായിരിക്കും, നിസ്കാര സമയത്ത് നിസ്കരിക്കൂല, അല്ലെങ്കിൽ ആ രൂപത്തിൽ പലതും ഉണ്ടാവും, വളരെയധികം വികൃതി, അവന് 2 ഇട്ട് പൊട്ടിച്ചു, അടിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി വളരെ ചീത്തൊക്കെ പറഞ്ഞു. എന്നാൽ പുറത്തെത്തുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഇപ്പം വിൽപ്പനക്കാരുടെ ഇത്തരം ലഹരി, അവരെ മാഫിയകളൊക്കെ ഉണ്ടാവും, ഇവർ പ്രൊഡക്റ്റ് വിൽക്കേണ്ട ആൾക്കാരാണ് അല്ലെ, ഇവർ വളരെ എന്താ മോനെ അങ്ങനെ നല്ല രീതിയിൽ എന്താണ് നമുക്ക് ചായ പിടിച്ചാലോ, അങ്ങനെ ചെറിയ കുട്ടിയാണ്, അവനിത് വേർതിരിച്ച് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല അല്ലെ, ഉള്ളറിഞ്ഞ് മനസ്സിലാക്കാനാവും. ചിലപ്പോൾ അവന് ചായ പിടിക്കാൻ നല്ലൊരാളാണ്, നല്ലൊക്കെയാണ്, നല്ല ചേട്ടനാണ്, ചായ എടുക്കും, അങ്ങനെ ആക്കും, എന്താണ് എന്ത് പ്രശ്നമുണ്ടോ, പ്രയാസമുണ്ടോ, എന്തൊരു ബുദ്ധിമുട്ട്, ഇതൊന്ന് നോക്കൂ, നല്ലതാണ്, നമുക്ക് നല്ല എനർജി ഒക്കെ കിട്ടും അല്ലെ, നമുക്ക് ഇത് ടെൻഷനൊക്കെ മാറും. ഈ രൂപത്തിൽ ഇവര് നല്ല രീതിയിൽ പെരുമാറാൻ പുറത്ത്, അല്ലാതെ പെണ്ണാണെങ്കിൽ ആണാണെങ്കിൽ പെണ്ണ്, ഈ രൂപത്തിൽ പെരുമാറാൻ പുറത്ത്, ഉള്ളിൽ വീട്ടിലെത്തുമ്പോൾ ഇവന് ചിന്തിക്കുമ്പോൾ വാപ്പാനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ പേടിയാണ്. കാരണം ചിലപ്പോൾ അവന്റെ അടുത്ത് കുറവുണ്ടാകും. അപ്പൊ വാപ്പ വിചാരിക്കണം മകൻ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വരും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് പരിപാലിക്കാൻ എന്താ ഉള്ളത് അല്ലെ, അങ്ങനെ അവന് വഹിയൊന്നും കിട്ടില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ രൂപത്തിൽ നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ ഉപ്പയും ഉമ്മയും അവരെ പരിപാലിക്കുന്നതിൽ കാണിച്ച വീഴ്ച കാരണം മക്കള് നശിച്ചുപോയിട്ടുണ്ട് അല്ലെ. ഖദറുള്ള അള്ളാഹുവിന്റെ ഖദറാണ്, പക്ഷെ അതൊരു കാരണമായി തീരുന്നുണ്ട്.
ഇത് വളരെ ഗൗരവത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ടൊരു വിഷമുണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉപ്പയോടാണ് പറയേണ്ടത്, ഉമ്മയോടാണ് പറയേണ്ടത് എന്ന് അവർക്ക് തോന്നണം. അല്ലെ, ഒരു നല്ലൊരു ഇന്റിമേറ്റ് ഫ്രണ്ട് എന്നുള്ള നിലക്ക് എന്നോട് കാര്യങ്ങൾ വന്ന് പറയണം, പുറത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരാൾ ഇങ്ങനെ വന്നു എന്ന് ഈ ഉപ്പയോട് പറയാൻ തോന്നണമെങ്കിൽ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ബന്ധം സഹോദരങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ കാരുണ്യമില്ലാത്ത പെരുമാറ്റങ്ങളാണ് നമ്മുടെ അടുക്കൽ ചെറുതു മുതലേ കാണുന്നത് എങ്കിൽ ഒരിക്കലും കുട്ടികൾ നമ്മളായിട്ട് അടുക്കുകയില്ല. അവർക്ക് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പേടിച്ചിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ ആകാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരമകനായ ഹസ്സൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയുണ്ടായി. അപ്പൊ തൊട്ടടുത്ത് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി ഇരിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലി അശ്റത മിനൽ വലദ്, എനിക്ക് 10 കുട്ടികളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഒരാളെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, മനുഷ്യർക്ക് കരുണ കാണിക്കാത്തവൻ അള്ളാഹുവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കേണ്ടത്, കരുണ ലഭിക്കുകയില്ല എന്ന് പറയാൻ സമാനമായ മറ്റൊരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമീണൻ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, തുഖബ്ബിലൂന അസ്ബിയാൻ ഫമാ നുഖബ്ബിലുഹും, നിങ്ങൾ കുട്ടികളൊക്കെ ചുംബിക്കാറുണ്ടോ? നമ്മൾ ചുംബിക്കാറില്ല. നമ്മളങ്ങനെ കുട്ടികളൊന്നും ചുംബിക്കാറില്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗൗരവത്തിലൊക്കെയാണ്, ചുംബനം അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു നോക്കണം, അവ അംലികു ലക അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യം എടുത്തു കളഞ്ഞ് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഒരു മനുഷ്യനൊരു ചെറിയ കുട്ടിയെ ചുംബിക്കാൻ പറ്റുന്നില്ല, ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും അവന്റെ കാരുണ്യ ഹൃദയത്തിലില്ല, റഹ്മത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടിയെ ചേർത്ത് നിർത്താൻ, ചുംബിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അത്രയും കാരുണ്യം മനസ്സിലില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചെറിയ കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും ചില സമയത്ത് അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാകുന്നതാണ് എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അവരുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്ന കാര്യം അവർ പറയാൻ, ജാഅത്നി മിസ്കീന തഹ്മിലു ഇബ്നതൈനി ലഹ, 2 ചെറിയ പെമ്മക്കളെയും കൂട്ടിയിട്ട് എന്റെ അടുക്കൽ ഒരു ദരിദ്രയായ സ്ത്രീ ഒരിക്കൽ വന്നു. ഫഅത്അംതുഹാ 3 തംറാത്ത്, ഭക്ഷണമില്ലാത്ത ആ സ്ത്രീക്ക് ഞാനിതാ 3 ഈത്തപ്പഴം കൊടുക്കുകയാണ്. അപ്പൊ കൊടുത്ത ആളും നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലൊക്കെ വളരെയധികം ദാരിദ്ര്യമുള്ളതാണ്. അതുകൊണ്ടാണ് ആകെയുള്ള 3 ഈത്തപ്പഴേ വീട്ടിലുള്ളൂ. അത് ഈ 3 പേർക്ക് കൊടുത്തു, ഉമ്മയും 2 മക്കളും. ഫഅതത് കുല്ല വാഹിദത്തിൻ മിൻഹാ തംറ, എല്ലാവരും ഓരോ ഈത്തപ്പഴം എടുത്തു. എന്നിട്ട് ആ 2 കുട്ടികളും അവരുടെ അത് തിന്നു. ഉമ്മ എന്നിട്ട് 3ാമത്തെ തിന്നാൻ നിൽക്കുകയാണ്. വറഫഅത് ഇലാ ഫീഹാ തംറതൻ ലിതഅകുലഹ, 3ാമത്തെ ആ ഈത്തപ്പഴം ഉമ്മ ഇങ്ങനെ തിന്നാൻ വേണ്ടി ഇങ്ങനെ ഉയർത്തി. ഫസ്തതഅമത്ഹാ ഇബ്നതാഹ, 2 മക്കളും ചോദിക്കാൻ, ചെറിയ മക്കളല്ലേ, ഉമ്മ തിന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കൊന്നുമില്ല, അവർക്ക് വിശക്കാൻ ഒരു ഈത്തപ്പഴേ കിട്ടിയിട്ടുള്ളൂ. അവർ ചോദിക്കാൻ, ഉമ്മ എന്ത് ചെയ്തെന്ന് അറിയുമോ? ഫശഖ്ഖത്തി തംറ അല്ലതി കാനത് തുരീദു അൻ തഅകുല ബൈനഹുമാ അൻ തഅകുലഹ ബൈനഹുമാ, ഈ ഉമ്മ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ തിന്നാനിരുന്ന ആ ഈത്തപ്പഴം അത് 2ആയി പാകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി 2ആയി പാകിയിട്ട് ഈ 2 പെൺമക്കൾക്ക് നൽകുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅജബനി ശഅനുഹ, അവളുടെ കാര്യം എനിക്ക് ഭയങ്കര അത്ഭുതമായി. ആകെ 3 ഉള്ളൂ, 2 കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തു, ഇവള് തിന്നിട്ടില്ല. തിന്നിട്ട് പകുതി കൊടുത്തിട്ട് 2 പകുതിയല്ല ആക്കി, തിന്നിട്ടേ ഇല്ല, പകുതി 2ആക്കും വീതിച്ചു കൊടുത്തു. ഫദക്കർതു അല്ലദീ സനഅത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്ത്രീ ചെയ്ത കാര്യം റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഇത് വലിയൊരു സംഭവമാണ് അവിടെ സംഭവിച്ചത്, വഹയായി ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന, ഈ ഒരു ഈത്തപ്പഴത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് സ്വർഗ്ഗം നിർബന്ധമാക്കി. അവ അതഖഹ ബിഹാ മിനൻ നാർ, അവളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമുക്ക് ഒരു എന്താ കൊടുത്താൽ ഈത്തപ്പഴത്തിന്റെ പകുതി, ഒരു ഹദീസിലില്ലേ, വത്തഖുൻ നാറ വലൗ ബിശിഖി തംറ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രാവർത്തികമാകുന്ന കാണുന്ന ഒരു സംഭവമാണിത്. ഈ സ്ത്രീയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഒരു ഈത്തപ്പഴത്തിന്റെ പകുതി 2 ആൾക്ക് കൊടുത്തു, അതും ദാനമായി ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. അപ്പൊ മക്കളോട് കാണിക്കുന്ന റഹ്മത്ത് ഇതൊന്നും പാഴായി പോകുന്ന ഒരു കാര്യമല്ല. നമ്മൾ കാരുണ്യത്തോടു കൂടി അവർക്ക് പലതും നൽകുന്നതും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നരകപ്രവേശനത്തിൽ നിന്നും മോചനം നൽകാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായി മാറാനും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഹദീസിൽ നിന്നും മനസ്സിലാക്കണമെന്നാണ് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം ഇവിടെ പറയുന്നത്. 8ാമത്തെ കാര്യം, അർ-റകീസത്തു സാമിന ബദ്ലു നുസ്ഹി വത്തൗജീഹ്, ഉപദേശ നിർദ്ദേശങ്ങൾ എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അടിസ്ഥാനം തൗഹീദ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ല. ഈ നസീഹത്തുകളും തൗജീഹും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ മക്കൾക്കാണ് നൽകേണ്ടത്, നാട്ടുകാരോട് മാത്രമല്ല, മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ നൽകേണ്ടത്, ഉപദേശങ്ങൾ കൊടുക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ദീനിന്റെ കാര്യങ്ങൾ പലതും ഉണ്ട്. നിസ്കാരമൊക്കെ 7 വയസ്സിൽ കഴിഞ്ഞോ ഇല്ല, വലുതായാലും മക്കളോട്
നിസ്കരിച്ചോ, അതുപോലെ കാര്യങ്ങൾ ചെയ്തോ, ഇതൊക്കെ എപ്പോഴും ഉപദേശങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകണം. അതുപോലെ വൻപാപങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ഓർമ്മപ്പെടുത്തണം. ഇന്നതെല്ലാം ആയിപ്പോലോ കേട്ടോ, അതൊക്കെ ഇതാണ്. മക്കൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ മോനെ സാമ്പത്തികമായ കാര്യം, പലിശ ഇടപാട് നമുക്ക് വേണ്ട, ഇതൊക്കെ മക്കളോട് എപ്പോഴും പറയണം. ഇനി മക്കൾ വലുതായി ഇനൊന്നും പറയാൻ പാടില്ല എന്നല്ല, എപ്പോഴും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. നോക്കൂ, മഹാനായ ലുക്മാൻ അദ്ദേഹം തന്റെ മക്കൾക്ക് നൽകിയ ഉപദേശം ആദ്യം തൗഹീദാണ് നമ്മൾ കണ്ടു. പിന്നീട് രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? മാതാപിതാക്കളോടുള്ള മര്യാദയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലെ, വസ്സൈനൽ ഇൻസാൻ ബിവാലിദൈ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ ഉപദേശങ്ങൾ നൽകുകയാണ്. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നീട് മുറാഖബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കാൻ പറയുന്നുണ്ട്, തിന്മ വിരോധിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് നീ ഒരാൾക്ക് നേരെ നിന്റെ മുഖം തിരിക്കരുത്. വലാത്ത ജനങ്ങൾക്ക് തന്നെ മുഖം തിരിക്കുന്ന അങ്ങനത്തെ കിബറൻ സ്വഭാവം നിനക്ക് ഉണ്ടാകാൻ പാടില്ല. വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരിയായിക്കൊണ്ട് ഈ ഭൂമിയിൽ നടക്കാൻ പാടില്ല. ഇന്നല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ഇങ്ങനെ അഹങ്കാരിയായ ദുരഭിമാനിയായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. വഖ്സിദ് ഫീ മശീക്, നിന്റെ നടത്തം മിതത്വം പാലിക്കുക. വഗ്ളുൽ മിൻ സൗതിക്, നിന്റെ ശബ്ദം താഴ്ത്തുക. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും മോശപ്പെട്ട അരോചകമായ ശബ്ദം എന്ന് പറയുന്നത് കഴുതയുടേതാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതൊക്കെ ലുക്മാൻ തന്റെ മകന് നൽകിയ ഉപദേശമാണ്. അപ്പൊ എല്ലാ ഉപദേശങ്ങളും മക്കൾക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണം. അല്ലാഹു തആല ഖുർആനിൽ മഹാന്മാരായ അമ്പിയാക്കൾ മരണവേളയിൽ പോലും ഉപദേശങ്ങൾ നൽകുന്നത് നമുക്ക് എടുത്തു നൽകിയിട്ടുണ്ട്. മരണവേളയിൽ പോലും. എന്താണ് ആ മരണവേളയിൽ നൽകിയ ഉപദേശം? രണ്ട് കാര്യം ഇവിടെ ഉണ്ട്. ഒന്ന്, ഉപദേശങ്ങൾ അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് നൽകിയെന്നാണ്. അമ്പിയാക്കളായ മക്കൾക്ക് നൽകി. അല്ലെ, എന്റെ മക്കളൊക്കെ പഠിച്ച ആൾക്കാർ അവരുടെ എന്ത് ഉപദേശിക്കാനാന്നല്ല. ഒന്ന്. രണ്ട്, ആ നൽകിയ ഉപദേശം എന്താണെന്ന് അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹിം തന്റെ സന്താനങ്ങളോട് നൽകിയ ഉപദേശം. ആരാണ്? ഇസ്മായിലിനോട്, ഇസ്ഹാഖിനോട്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സന്താനങ്ങളോട് നൽകിയ ഉപദേശം. എന്താണ് ഉപദേശം? രണ്ടു കൂട്ടരൊക്കെ നൽകിയ ഉപദേശം, അല്ല അമ്പിയാക്കൾ നൽകുന്ന ഉപദേശം. യാ ബനിയ്യ, എന്റെ മക്കളെ, ഇന്നല്ലാഹു ഇസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നബിമാരാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ദീൻ അടിയുറച്ചു നിൽക്കണം. അല്ലെ, ഇസ്തിഖാമത്തിന് വേണ്ടി നസീഹത്ത് നൽകുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയാണ്, അം കുൻതും ശുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നോ? അല്ലെ, സാക്ഷികളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ പറയാണ്. ഇദ് ഹദറ യഅഖൂബ അൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം ആസന്നമായ സംഭവം. ഇദ് ഖാല ലിബനീഹി, യാക്കൂബ് തന്റെ മക്കളോട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? പറഞ്ഞ കാര്യം നോക്കണം. തൗഹീദിന്റെ കാര്യമാണ് പറയുന്നത്. മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒരു നബിയാണ്, ജീവിതകാലം തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നബി. ആ നബിയുടെ മക്കളും നബി, അവർ തൗഹീദാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോട് ഇത് പറയണമെങ്കിൽ മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക? അവർ പറയുന്നു, നല്ലവരായ മക്കൾ, ഖാലു നഅബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹക്, താങ്കളുടെ ഇലാഹിനെ, വ ഇലാഹ ആബായിക്, താങ്കളുടെ പൂർവ്വപിതാക്കളുടെ ഇലാഹിനെ, ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ, ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും ഇലാഹ്. ആരാണ് ഇലാഹ്? ഇലാഹൻ വാഹിദ, ഒറ്റ ഇലാഹേ ഉള്ളൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളിതാ അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ കീഴൊതുങ്ങിയവരാണ് എന്ന് പറയണം. ആ ഒരൊറ്റ ഏക ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നാ മക്കളും പറയാം. സഹോദരങ്ങളെ, ഒരു അമ്പിയാക്കള് അവരുടെ അവസാന കാലത്ത് പോലും തൗഹീദ് പറയണം. ചില ആളുകൾക്ക് ഇങ്ങനെ തൗഹീദ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രയാസമാണ്. പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും അത് ആവർത്തിക്കുന്നതിൽ വിരസത തോന്നുക. പഠിച്ച ആൾക്ക് പോലും വിരസത തോന്നാൻ പാടില്ല. കാരണം നമുക്ക് ഏറ്റവും നമ്മുടെ റസുൽ മാൽ, നമ്മുടെ ഏറ്റവും മുതലതാണ്. അത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ ബാക്കി എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുപോലെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമെ പുകഴ്ത്തി പറയാൻ. അദ്ദേഹം തന്റെ കുടുംബത്തിനോട് നിസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുന്നതിനാൽ, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, അദ്ദേഹം തന്റെ കുടുംബത്തിനോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനൊക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭാര്യയോട് സക്കാത്ത് കൊടുക്കണേ പറയണം, നീ സക്കാത്ത് കൊടുക്കണം കേട്ടോ. മക്കളോട് നിസ്കരിച്ചിട്ടില്ലേ പറയണം. കുടുംബത്തിനോട് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയാൻ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കാൻ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നീ നിന്റെ കുടുംബത്തിനോട് നിസ്കരിക്കാൻ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞ വാക്കാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, കുടുംബത്തിനോട് നിസ്കരിക്കാൻ പറയണം. വസ്തബിർ അലൈഹ, അതിൽ നിങ്ങൾ പരിശ്രമിച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ തുടരണം, പറയണം കുടുംബത്തിനോട്. അപ്പൊ എത്ര വലുതായാലും നമ്മുടെ അടുക്ക് ചോദിക്കണം ഭാര്യയോട്, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. മക്കളോട് നിസ്കരിച്ചോ ഇല്ലേ, എന്താ ലേറ്റ് ആയോ, നമ്മുടെ അടുക്ക് ഉപദേശിച്ചു കൊടുക്കണം. ചിലപ്പോൾ അവർ വീഴ്ച വരുത്തും, നിസ്കാരമൊക്കെ വൈകിപ്പിക്കും. നിങ്ങൾ നേരത്തെ നിസ്കരിക്കണം. കാര്യങ്ങൾ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഹറാമായ കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കാനൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ കാര്യങ്ങൾ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം.
അവസാനത്തിലേക്ക് വരികയാണ്. 9ാമത്തെ കാര്യം റക്കീസത്തു താസിഅ അൽ ജലീസു സാലിഹ്, നല്ല കൂട്ടുകാർ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അറബിയിൽ ചൊല്ലുണ്ട് ഫഇന്ന സാഹിബ സാഹിബ്, തീർച്ചയായും സാഹിബ് കൂട്ടുകാരൻ അർത്ഥമുള്ള സാദ്, കൂട്ടുകാരൻ സാഹിബ് സീൻ വലിക്കുന്നവനാണ്. ഏതിലേക്കാണോ അവനുള്ളത് അതിലേക്ക് വലിച്ചു പോകും. കൂട്ടുകാരോട് കൂടിയിട്ടാണ് പലരും എന്താവാറുള്ളത്, ചീത്തയാവാറുള്ളത്. ഇത് ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കള്ളുടിക്കുന്നവന്റെ കൂടിയാൽ മിക്കവാറും കള്ളുടിയനായി തീരും, യാതൊരു സംശയമില്ല. ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരാൾ 2 ദിവസം പോയിരുന്ന 3-ാമത്തെ ദിവസം അവനാവും. അല്ല ആരെങ്കിലും പറയണേ ഞാൻ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവന്റെ കൂടെ ഞാൻ വെറുതെ കമ്പനിക്ക് ഇരിക്കുകയാണ്, കള്ളനായിരിക്കും അവൻ, കള്ളനായിരിക്കും. കാരണം അങ്ങനെയാണ് അവൻ ഇരിക്കാൻ സാധിക്കുക. ഇത്രയും ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ അവനിരിക്കും, അവൻ അതിന്റെ ആൾ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ ആ രൂപത്തിൽ നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഇത് നിസ്കരിക്കൂല. കാരണം ബാങ്ക് കൊടുത്താൽ അനങ്ങാത്ത ടീം ഉണ്ടാവും അല്ലെ, പള്ളിന്റെ മുമ്പിലുണ്ടായാലും ആ പോസ്റ്റുമെന്ന് അനങ്ങൂല, കുറച്ച് ടീം ഇങ്ങനെ തന്നെ ഇരിക്കും, ഭയങ്കര പ്രയാസം അനങ്ങാൻ. അവന്റെ കൂടെ ഇരിക്കുന്നവനും ഓനും അനങ്ങൂല, ആള് കൂടും, ആ ബെഞ്ചിന് അടുത്ത് വേണ്ടി വരും. നിസ്കരിക്കാത്ത അങ്ങനെ ഒരു ടീം ഉണ്ടായിത്തീരും. അങ്ങനെ പോയി ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്, മസലുൽ ജലീസി സാലിഹ് വൽ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. ഒരു സാലിഹായ ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുന്ന ഒരുവന്റെയും അതുപോലെ തന്നെ ഒരു മോശപ്പെട്ട ഒരുവന്റെ കൂടെ ഇരിക്കുന്ന ഒരുവന്റെയും ഉപമ എന്ന് പറയുന്നത് കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, ഒരു അത്തർ വഹിക്കുന്ന അഥവാ അത്തർ കച്ചവടക്കാരന്റെയും അതുപോലെ ഉലയിൽ ഊതുന്ന ഒരുവന്റെയും ഉപമ പോലെയാണ്. ഇതിന്റെ അർത്ഥം ഉലയിൽ ഊതുക എന്നുള്ള മോശപ്പെട്ട ഒരു ജോലിയാണെന്നല്ല, മറിച്ച് അതിന്റെ ഉദാഹരണമാണത്. ഫഹാമിലുൽ മിസ്ക്, അത്തർ വെക്കുന്നവന്റെ അടുത്തുള്ള അനുഭവം എന്താണ് നിങ്ങൾക്ക്? ഇമ്മ അൻ യുഹദിയക് വ ഇമ്മ അൻ തബ്തഅ മിൻ വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. അത്തറാരം ഒന്നിക്ക് നിനക്ക് ഗിഫ്റ്റ് തരും, ഹദിയ തരും. അത്തറാരം നിനക്ക് ഒന്നുകിൽ നിനക്കൊരു ഹദിയ തരും, അല്ലെങ്കിൽ നീ അത്തറുകാരന്റെ അടുത്തുനിന്ന് അത്തർ നീ പൈസ കൊടുത്ത് വാങ്ങിക്കും. ഏറ്റവും കുറഞ്ഞത് എന്താണ്? അവിടെ നല്ലൊരു മണമെങ്കിലും കിട്ടും അല്ലെ, ഏറ്റവും കുറഞ്ഞ നല്ലൊരു മണമെങ്കിലും കിട്ടും. എങ്ങനെയും നല്ലൊരു കൂട്ടുകാരൻ ഗുണം തന്നെയാണ്. ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഉപദേശം നൽകും. ഈ ഉപദേശം നൽകിയിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി നിസ്കരിക്കുന്ന ഒരുവന്റെ കൂടെ പോയാൽ നമ്മൾ നിസ്കരിക്കും അല്ലെ. അവൻ ബാങ്ക് കൊടുക്കുമ്പോൾ പോകുമ്പോൾ ഇവൻ സ്വാഭാവികമായിട്ട് പോകും. പിന്നെ ഇവന്റെ വർത്താനം കേൾക്കാൻ ഇരിക്കൂല, അവൻ പോകും, അപ്പൊ ഇവനും പോകും, അങ്ങനെ പോകും. ചില ആൾ നല്ല കൂട്ടുകാരെ കൂടെ കൂടും, അങ്ങനെ ആയിപ്പോകും. അവര് എന്തൊക്കെയാണ് നന്മകൾ ചെയ്യുന്നത് അവന് ഇതേപോലെ നന്മ ചെയ്യും. അവൻ നിസ്കരിക്കുന്നതാണെന്നുണ്ട്, അവൻ നോമ്പ് വെക്കുന്നതാണെന്നുണ്ട്, അവൻ ആ രൂപത്തിൽ നന്മ കൽപ്പിക്കുന്നതാണ്, അതേപോലെ ഇവനുമായി തീരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വനാഫിഖുൽ കീർ, ഉലയിൽ ഊതുന്നവൻ ഇമ്മ അൻ യുഹരിക സിയാബക്, ഒന്നുകിൽ അവൻ എന്ത് ചെയ്യും, നിന്റെ വസ്ത്രത്തിന് കത്തിക്കുണ്ടാവും. അവൻ ഊതുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിന്നാൽ ഇങ്ങനെ വന്ന് നമ്മുടെ വസ്ത്രം ഏറ്റവും കുറവ് ഇമ്മ അൻ തജിദ മിൻ ഹുരീഹൻ ഖബീസ, മോശപ്പെട്ട ഗന്ധം നിനക്ക് അവിടെ നിന്ന് ആസ്വദിക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ പറഞ്ഞു അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ മതത്തിലാണ്, അതുകൊണ്ട് ആരോടൊപ്പം കൂടണം എന്നുള്ളത് ശരിക്കും ചിന്തിക്കണം. വിദഅത്തുകാരുടെ കൂടെ ഇരുന്നാൽ വിദഅത്തുകാരായി തീരും. മോശപ്പെട്ട ഹറാമായ പല സ്വഭാവങ്ങളുള്ള ആളുകൾ കൂടെ ഇരുന്നാൽ അവരുടെ കൂടെ ആയിത്തീരും എന്ന് വളരെ ഗൗരവത്തിൽ പറയാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വഖദ് ഇസ്തജ്ദ നൗഉം മിനൽ അസ്ഹാബി വൽ ജുലസാഇ ഫീ ഹാദാ അസ്സമൻ ലം യകുൻ ലഹു വുജൂദുൻ ഫീ സമനിൻ സാബിഖ്. കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്ത ഒരു മോശം കൂട്ടുകാർ, പുതിയൊരു ഇനം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ആ പുതിയ ഇനം? അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള മൊബൈലുകളും മറ്റുമൊക്കെയാണ്. അതൊരു കൂട്ടുകാരനെ പോലെ തന്നെയാണ്. കാരണം ചില ആളുകൾ ചിലപ്പോൾ അവർക്ക് പുറത്തൊരു കമ്പനി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും വീട്ടിൽ നല്ല അടങ്ങിയിരിക്കുന്ന ഒരുത്തനാണ് എന്ന് വിചാരിക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ. പക്ഷെ ഇവന്റെ കയ്യിൽ ഈ ഉള്ള മൊബൈലിലുള്ള എല്ലാ കൂട്ടുകാരും ഇതിലുണ്ട്. ഇത് പുതിയൊരു കൂട്ടുകാരനാണ്. ഈ ഫോണൊന്നും ഒറ്റൊരു ഫോണ് മതി അല്ല, അവൻ ഇതിലൂടെ എല്ലാ ആളുകളായിട്ട് ഇവൻ ഇതിലൂടെ ബന്ധപ്പെടുന്നുണ്ടാവും. മാതാപിതാക്കൾ അങ്ങനെ എന്ത് ചെയ്യരുത്, ആശ്വസിക്കരുത്. ചില ആൾ വിചാരിക്കും എന്റെ പോലും എവിടെ പോകുന്നില്ലല്ലോ, ഫുൾ ടൈം ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്? കാരണം ഇതിലൂടെ അവന് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. ഇവന് വേണ്ട ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഇവന് ബന്ധപ്പെടുന്നുണ്ട്. ഇവൻ എന്തെല്ലാം രൂപത്തിലുള്ള ഹറാമുകൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പൊ മക്കളെ മോശം കൂട്ടുകെട്ടിൽ പറഞ്ഞേക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. സ്മാർട്ട് ഫോണുകൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് അമിതമായി നൽകരുത്. അവർക്ക് ആവശ്യമുണ്ടാകുന്ന വല്ല കാര്യത്തിനും കൊടുക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ പൂർണ്ണമായി അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. രണ്ട് നിലക്കും അപകടമാണ്. ശുഭത്തുകളും ഉണ്ടാകും, അതിൽ ഷഹ്വത്തുകളും ഉണ്ടാകും. ദീനിൽ നിന്ന് തന്നെ തെറ്റിച്ചു കളയുന്ന എത്ര ചാനലുകളാണുള്ളതല്ലേ. അത് ഇന്നത്തെ അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് തൗഹീദിന്റെ പ്രസംഗമാണെങ്കിൽ അതിന് നേരെ താഴെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിരുന്ന് ശിർക്കിന്റേതായിരിക്കും. ഇപ്പുറത്ത് ദീനിലേക്ക് ക്ഷണിക്കുന്നതാണെങ്കിൽ ഇപ്പുറത്ത് ദീനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നവരായിരിക്കും. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സഞ്ചരിക്കേണ്ട ദൂരമൊന്നുമില്ല. ഒരു ക്ലിക്കിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ ദീനും സ്വർഗവും നരകമൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഉണ്ടാവുക. അത് ദീനിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. അത് ഹറാമുകളും അങ്ങനെ തന്നെയാണ്, അപകടമാണ്. നല്ലത് കാര്യങ്ങൾ അതിനെ അടുത്തത് മോശമായിരിക്കും. അപ്പൊ അത് ഉപയോഗിക്കുന്നവന്റെ
എങ്ങനെയാണ് അവൻ ഉപയോഗിക്കുന്നത് അതുപോലെ തിരിക്കും. അപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ തെറ്റിലേക്ക് പോകാൻ സാധ്യത. വലിയ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ കുട്ടികളെ നമ്മളത് ഒരു മോശം കൂട്ടുകാരനെയും നല്ല കൂട്ടുകാരനെയും ഏൽപ്പിക്കുന്നത് പോലെ, അതിൽ എത്രമാത്രം ശ്രദ്ധ നൽകുന്നത് പോലെ ഈ മൊബൈൽ കൊടുക്കുമ്പോഴും സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറക്കീസത്തുൽ ആഷിറ, അവസാനത്തെ 10ാമത്തെ കാര്യം അൽ ഖുദ്വത്തുൽ ഹസന, നല്ലൊരു റോൾ മോഡലായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ കുറെ പോയിന്റുകളുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയണം, ഉപദേശിക്കണം. എന്തുണ്ടായാലും ശരി, നമ്മൾക്ക് ഇതിനെ ഒരു ഖുദ്വത്തുൽ ഹസന, ഈ പറയുന്ന നന്മ കൽപ്പിച്ചതും തിന്മ വിരോധിച്ചതൊക്കെ നമ്മളിൽ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ അത് ആളുകൾ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യാത്ത ഒരാൾ അവനോട് ആ കാര്യം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച് അത് ചെയ്യാൻ ഒരിക്കലും തോന്നൂല, അല്ലെ? നിസ്കരിക്കാത്ത ഒരാൾ വന്നിട്ട് നമ്മൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്ത വേറൊരാളോട് പോയി നിസ്കരിക്കണം എന്ന് കേൾക്കുമോ? കാരണം മനസ്സിലാക്കും ഈ പറയുന്ന കാര്യം വല്ല ഗൗരവമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യും. ഒരു വാപ്പ ലഹരി ഉപയോഗിക്കുന്നവനാണ്, എന്നിട്ട് മക്കളോട് പോയിട്ട് നീ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അവന് കേൾക്കുമോ? കാരണം ഇത് വലിയൊരു ഗൗരവമുള്ള കാര്യമാണ് എങ്കിൽ, ഇത് അള്ളാന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇയാൾ ആദ്യം ഉപേക്ഷിക്കും. ഇയാളത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അത്ര വലിയ ഗൗരവമൊന്നും ഉണ്ടാവില്ല, സ്വീകരിക്കാൻ തയ്യാറില്ല, സ്വീകരിക്കാൻ സാധ്യതയില്ല, അല്ലെ? മക്കൾ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത്, എണ്ണ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നു. വാപ്പ ചിലപ്പോൾ നല്ല സിഗരറ്റ് വലിക്കുന്ന ആളായിരിക്കും. അപ്പൊ മോൻ വിചാരിക്കും ഇയാൾ വലിക്കുന്നതിനേക്കാൾ ലേശം കൂടുതലെന്നേ ഉള്ളൂ, നമ്മളാരും ഉപദ്രവിക്കുന്നൊന്നുമില്ല, നമ്മുടെ അടുത്ത് പുകയും വെടിയൊന്നുമില്ല, ഇയാളിങ്ങനെ എല്ലാവരും ഉപദ്രവിക്കുന്നുണ്ട്. ഇവൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇയാൾ അപ്പൊ ഉപദേശിക്കുന്നവൻ ഈ ഹറാമുകൾ ചെയ്യുന്നവനാണ് എങ്കിൽ, ഉപ്പ അങ്ങനെ കടന്നിട്ട് അവിടെ ചാരി ഇരുന്നിട്ട് ആ പള്ളിയിൽ പോകുന്ന പറഞ്ഞിട്ട് ഇയാൾ പള്ളിയിലൊന്നും പോകില്ല, ഇയാൾ പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ്. മക്കൾക്ക് തോന്നില്ല പള്ളി പോലെ വലിയൊരു നിർബന്ധമായ കാര്യമാണെങ്കിൽ, ബാങ്ക് കേട്ടാൽ ആണുങ്ങൾ പള്ളിയിലേക്ക് പോകല് നിർബന്ധമായ കാര്യമാണെങ്കിൽ, ഒരു ഖൈറുള്ള കാര്യമാണെങ്കിൽ ഇയാൾ പോകണമായിരുന്നു, പോകുന്നില്ല. അപ്പൊ നമ്മൾ ഖുദ്വത്തുൽ ഹസന, നമ്മൾ നല്ലൊരു റോൾ മോഡലായി അവിടെ തീരുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ഉപദേശിക്കാനുള്ള വകുപ്പുണ്ടാവില്ല. ഉമ്മയൊപ്പ ഇരുന്നിട്ട് ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ സിനിമയും സീരിയലൊക്കെ കാണാണ്. മക്കളോട് ഫോൺ വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഓരെന്താ വിചാരിക്കുക? ഇവർക്ക് വേണ്ടതൊക്കെ ഇവർ കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് വേണ്ടത് എനിക്കും കാണണം എന്നവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നല്ലത് കാണുകയും നമ്മൾ നല്ലത് ചെയ്യുകയും ആ രൂപത്തിൽ റോൾ മോഡലായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ സ്വീകരിക്കുകയില്ല. മഹാനായ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഉപദേശിക്കുന്ന വേളയിൽ പറഞ്ഞു, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ, ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങളോട് എതിരാകുവാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്താണോ വിരോധിക്കുന്നത് അതിനോട് എതിരാവുക എന്നുള്ളത് ഒരിക്കലും എനിക്ക് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, മുഅ്മിനീങ്ങളെ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലു മാ ലാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുക എന്നുള്ള അല്ലാഹുക്ക് വെറുപ്പുള്ള കാര്യമാണ്. അല്ലാഹുക്ക് വെറുപ്പുള്ള കാര്യമാണ്. അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു, സ്വന്തത്തെ കാര്യം അത് മറന്നുപോവുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ്. ഫലാ തഅഖിലൂൻ, ബുദ്ധിയില്ല നിങ്ങൾക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നല്ലൊരു റോൾ മോഡലായി തീരുക എന്നുള്ളത് അത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ നല്ലൊരു റോൾ മോഡലായി തീർന്നിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളിൽ പലതും നമുക്ക് വേണ്ടി വരിക പോലുമില്ല. ഉപദേശങ്ങൾ നൽകുക, നിർദ്ദേശങ്ങൾ നൽകുക, അതൊക്കെ ചിലപ്പോൾ കണ്ടു തന്നെ പഠിക്കും, അത്രയും ഉണ്ടാകുന്നതായിരിക്കും. അതൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ കുറവ് മാത്രം മതിയായിരിക്കും. ഒരു പ്രാവശ്യം ചിലപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ ബാക്കിയൊക്കെ പോയി അവൻ കണ്ടുവന്നോളും. വാപ്പ എപ്പോഴും ബാങ്ക് കൊടുക്കും, നിസ്കരിക്കാൻ പോകുന്നതാണ്, ഇവരും അങ്ങനെ ആയിത്തീരും. വാപ്പ അങ്ങനെ ചെയ്യാറില്ല, വാപ്പ ഇങ്ങനെ ചെയ്യാറില്ല, വാപ്പ ഈ രൂപത്തിലാണ് ആളോട് പെരുമാറുക. ഇതുവരെ വാപ്പ അങ്ങനെ ഒരാളെ അടിക്കുന്ന കണ്ടിട്ടില്ല, ഒരാളെ മോശം പറയുന്ന കണ്ടിട്ടില്ല, ഉമ്മയോട് ദേഷ്യം പിടിക്കുന്ന കണ്ടിട്ടില്ല, ഉമ്മയെ ആ രൂപത്തിൽ മോശം പെരുമാറുന്ന കണ്ടിട്ടില്ല. ഇവനും അങ്ങനെ ആയിത്തീരും. എന്നാൽ അതല്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ നിലക്കത് എന്ത് ചെയ്യും? മക്കളിൽ സ്വാധീനമുണ്ടാക്കും. അപ്പൊ നല്ലൊരു റോൾ മോഡലായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അവസാനമായി അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകരിക്കുക ആഖിറത്തിലാണെങ്കിലും ഇതെല്ലാം ദുനിയാവിലും അവൻ ഉപകരിക്കുന്ന കാര്യം തന്നെയാണ്. ദുനിയാവിലും ഈ ഉപകാരം ഉണ്ടാവും. നല്ല മക്കളായാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ഹൈറായ ഒരു സന്തോഷമായ ഒരു ജീവിതം വേറെ ഉണ്ടാവുകയില്ല. നല്ല മക്കളാണെങ്കിൽ സഹോദരങ്ങളെ ദുനിയാവിൽ തന്നെ അവനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും. അവനെ കാണുന്നത് തന്നെ കൺകുളിർമയൊക്കെ കാഴ്ചയായിരിക്കും. അല്ലെ, മകൻ നിസ്കരിക്കുന്നത്, മകൻ നല്ലവനായി മാറുന്നത്, ഇതൊരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം കൺകുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദുനിയാവിൽ ബാക്കിയെല്ലാം ഉണ്ട്. നല്ല മക്കൾ നല്ല നിലയിലെത്തിയിട്ടുണ്ട്, ബിസിനസ്സിലൊക്കെ വളരെ എത്തിയിട്ടുണ്ട്. വലിയ ചിലപ്പോൾ കാനഡയിലായിരിക്കും, ചിലപ്പോൾ യുകെയിലായിരിക്കും, ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. അങ്ങനെ വലിയ വലിയ സ്ഥലത്തൊക്കെ പോയി അവിടെ വലിയ ബിസിനസ് ഒക്കെ ചെയ്തു. പക്ഷെ നിസ്കരിക്കാത്ത മോനാണ്, നോമ്പ് വെക്കാത്ത മോനാണ്, സക്കാത്ത് കൊടുക്കാത്ത മകനാണ്. നമുക്കൊരു സന്തോഷമുണ്ട്. ദീൻ പാലിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവില്ല. അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ വലിയ ഫഹറൊക്കെ പറയുന്നുണ്ടാവും, എന്റെ മക്കൾ അവിടെയാണ് ഇവിടെ. ഒരു ദീനില്ലെങ്കിൽ ദീൻ പാലിക്കുന്ന ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം അവനൊക്കെ ഉണ്ടാവില്ല. അല്ലെ, ആ രൂപത്തിലേത് നിലക്കായാലും സഹോദരങ്ങളെ ആ കാര്യം അങ്ങനെ തന്നെയാണ്. ഇനി നോക്കൂ, സാലിഹ്യങ്ങളായ മക്കളെ കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താണ്? ഇദാ മാത ഇബ്നു ആദം, മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്,
അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. എന്നാൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വദഖത്തിൻ ജാരിയ, ആരെങ്കിലും ഈ മയ്യത്തിന് വേണ്ടി സ്വദഖ ചെയ്താൽ അതൊക്കെ ഫലിക്കുന്നതാണ്. മയ്യത്തിന് വേണ്ടി സ്വദഖ ചെയ്തു, മയ്യത്തിന് വേണ്ടി ഒരാള് ഭക്ഷണം വിതരണം ചെയ്തു, ഇതൊക്കെ സ്വദഖയുടെ ഇനങ്ങളിൽ പെടുന്ന ഒരുപാട് സ്വദഖകളുണ്ട്, അതൊക്കെ മയ്യത്തിന് ഉപകാരമായിട്ട് കിട്ടും. 2 വഇൽമിൻ യുൻതഫഉ ബിഹി, മയ്യത്ത് നല്ലോണം ഇൽമു പഠിച്ച ഒരാളാണ്, ഇൽമു പഠിക്കുന്നതിന്റെ പ്രാധാന്യത, ഇൽമു പഠിച്ച ആളാണ്, അത് ഉപകരിക്കുന്ന രൂപത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഉപകരിക്കുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ഉപകരിക്കുന്ന രൂപത്തിൽ നന്മകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ എല്ലാം ഉപകാരം ഇയാൾക്ക് ഖബറിലേക്ക് കിട്ടും. 3 വവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായ തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനുണ്ടെങ്കിൽ, അല്ലെ, മരിച്ചതിന് ശേഷം ആദ്യം ആരംഭിക്കുന്നത് മയ്യത്ത് നിസ്കാരമാണ്. ആ മയ്യത്ത് നിസ്കാരം പോലും അറിയാത്ത എത്ര മക്കളുണ്ട്. മയ്യത്ത് നിസ്കാരം അറിയില്ല, അതൊരാൾ കാണിച്ചെന്നാൽ മാത്രം അറിയാം. ഇനി അറിഞ്ഞാൽ തന്നെ അതിന്റെ രൂപം അല്ലാണ്ട് ഒരു ദുആ പോലും അതിൽ അറിയില്ല. ഇങ്ങനെയുള്ള മക്കളുണ്ട്. അപ്പൊ അത് മക്കൾ ഒന്നാമത്തെ മയ്യത്തിന് ഏറ്റവും ഉപകാരം കിട്ടുന്നത് സഹോദരങ്ങളെ അത് ദുആയാണ്. അത് ഈ മയ്യത്ത് നിസ്കാരത്തിൽ ദുആയാണ് ഏറ്റവും മയ്യത്തിന് ഉപകാരം കിട്ടുന്നത്, ഒന്നാമത്തെ കാര്യം. ബാക്കി എല്ലാത്തിനേക്കാളും മയ്യത്തിന് ഏറ്റവും ആദ്യം ലഭിക്കുന്നത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ് ബാക്കിയൊക്കെ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങൾ വാപ്പാക്ക് വേണ്ടി 10 ഒട്ടകങ്ങൾ അറുക്കുന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠതയാണ് നിങ്ങളുടെ നിസ്കാരത്തിൽ സുജൂദിൽ നിങ്ങൾ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയ ഉപകാരം കിട്ടുന്ന ദുആയാണ്. പല ഹദീസുകളിലും വലദുൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായ ദുആ ചെയ്യുന്ന മക്കളെ വിട്ടേച്ചു പോകുക എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മക്കളെ ഉണ്ടാക്കിയാലേ അവർ ദുആ ചെയ്യുള്ളൂ. ഈ ദീനൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ നഷ്ടമാണ്. ഇങ്ങനെ നല്ല സാലിഹായ മക്കൾ ഉണ്ടെങ്കിൽ എന്നതിന്റെ ഗുണം ഇവർ ദുആ ചെയ്യും, ഇവർക്ക് ശേഷം ഇവരുടെ അടുത്ത തലമുറ ദുആ ചെയ്യും, ഇവർക്ക് ശേഷം ഇവരുടെ അടുത്ത തലമുറ ദുആ ചെയ്യും. ഇവരൊക്കെ സാലിഹീങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യ വിത്താണെങ്കിൽ അതിന്റെ ഉപകാരം മേൽപോട്ടേക്ക് കിട്ടും. മേൽപോട്ടേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളാണ് നശിപ്പിച്ചതെങ്കിൽ ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മൾ നശിപ്പിച്ച ഒരു തലമുറയാണ്. നമ്മൾ മക്കളെ ദീനായിട്ട് വളർത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ താഴേക്ക് പോകുന്ന ബ്രാഞ്ചുകളെല്ലാം മോശപ്പെട്ടവരായിരിക്കും. ഇതിന്റെയൊക്കെ ഈ ഉപദ്രവം ഇയാൾ ഏൽക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പൊ വളരെ ഗൗരവമുള്ള കാര്യമാണ് മക്കളുടെ പരിപാലനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇതിൽ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കേട്ടത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ ഉണ്ടാകും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا ارحم الراحمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.